പൊളിറ്റിക്കൽ ടോക്ക് വിത്ത് AK അനുരാജിൽ ഇന്നുള്ളത് യശശരീരനായ മലബാറിലെ ഏറ്റവും പ്രമുഖരായ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാൾ, അതുപോലെ തന്നെ മലബാറിലെ ഏതാണ്ടെല്ലാ സ്വാതന്ത്ര്യ സമര സംബന്ധിയായ സമരങ്ങളുടെയും മുൻപന്തിയിലുണ്ടായിരുന്ന യശശരീരനായ ശ്രീ K. മാധവൻ്റെ മകൻ, അതുപോലെ തന്നെ ഏറെക്കാലം CPI സഹയാത്രികനായിരുന്ന, കോളേജ് അധ്യാപകനായിരുന്ന, ചരിത്രാന്വേഷിയായ, ഗവേഷകനായ, കേരള PSC അംഗമായിരുന്ന ഡോക്ടർ അജയകുമാർ കൊടോത്താണ്. സ്വാഗതം ഈ അഭിമുഖത്തിലേക്ക്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ CK ചന്ദ്രപ്പൻ CPM ഈസ് ഗോയിങ് ടു സിങ്ക് എന്ന് അങ്ങയോട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ചന്ദ്രപ്പൻ അത് ചിലപ്പോൾ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം വേറെ ആരും അത് എഴുതിയത് ഞാൻ കണ്ടിട്ടില്ല എവിടെയും. അപ്പോൾ 2014 മെയിൻ സ്ട്രീമിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. അത് മലയാളത്തിലും മാധ്യമത്തിലും വന്നിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ചന്ദ്രപ്പൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് കോട്ട് ചെയ്തത്. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലും അത് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോട്ട് ചെയ്യാൻ കാരണം വെറുതെ ഒരു സെൻസേഷൻ ഉണ്ടാക്കാനോ അങ്ങനെയൊന്നുമല്ല. കാരണം ചന്ദ്രപ്പൻ അത് പറഞ്ഞത്, ചന്ദ്രപ്പനെ കുറിച്ച് പറയേണ്ടത് രണ്ടാം തലമുറ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരു ഇത്രയും പരിണിതപ്രജ്ഞനായിട്ടുള്ള പക്വമതിയായിട്ടുള്ള മറ്റൊരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ രീതിയിലും താത്വികമായിട്ടും പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളിലും ഒക്കെ വളരെ ദൃഢതയുള്ള, കൺസിസ്റ്റൻസിയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം വാസ്തവത്തിൽ CPIക്ക് മാത്രമല്ല ഇന്ത്യയിലത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാകെയുള്ള സംഭവിച്ചൊരു വലിയ നഷ്ടമാണ്. ചന്ദ്രപ്പൻ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഒരു 1-2 ടേം CPIയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം, അതിനു മുമ്പേ അദ്ദേഹത്തെ ആക്കേണ്ടതായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം പദവിയിലേക്ക് വരാൻ താമസിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അതിനൊരു കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചന്ദ്രപ്പൻ്റെ വിയോഗം വലിയ ഒരു വാക്വം, അത് നികത്താൻ ഇപ്പോഴും CPIക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ചന്ദ്രപ്പൻ ഈ വിഷയത്തിലേക്ക് വന്നാൽ CPM ഒരു ദിവസം ഞാനത് എഴുതിയത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ PSC അംഗമായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന സമയത്ത് എന്തോ ഒരു കാര്യം പറയാൻ അജിയൻ ഫ്രീ ആണെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് MN സ്മാരകത്തിനാണ് വിളിക്കുന്നു. ചന്ദ്രപ്പൻ അനാവശ്യമായിട്ട് PSCയുടെ എന്തെങ്കിലും ഇൻ്റർവ്യൂ അത്രയൊന്നും കാര്യങ്ങൾ അഭിപ്രായം പറയില്ല. അന്ന് എന്തോ ഒരു പോളിസി മാറ്റർ PSCയുമായി വന്നതിനെക്കുറിച്ച് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അടുത്ത എന്തോ റിസർവേഷൻ പോളിസി ആണ് അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ചർച്ച അന്ന് PSCയിൽ നടക്കുന്ന സമയത്താണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് അറിയാൻ വേണ്ടി അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിനാണ് ചന്ദ്രപ്പൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പക്ഷേ MN സ്മാരകത്തിൽ പോകുമ്പോൾ ഇദ്ദേഹം തനിച്ചായിരുന്നു റൂമിൽ. പെട്ടെന്ന് എന്നോട് ആദ്യം പറയുന്നത്, അജിയൻ CPM ഈസ് ഗോയിങ് ടു സിങ്ക്. അപ്പോൾ അപ്രതീക്ഷയാണ്. ഞാൻ പോകുന്ന വേറെന്തോ കാര്യം പറയാൻ ഇത് എന്നെ വിളിച്ചു എന്നുള്ള ഇതിലാണ്. വളരെ എന്നോട് പൊളിറ്റിക്സ് നന്നായിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് വീട്ടിൽ പോയിരുന്നു. കാരണം അതൊരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രപ്പനെ പോലത്തെ ഒരാളെ കിട്ടിയാൽ ഞാൻ പലതും ചോദിക്കും. വളരെ എഡ്യൂക്കേറ്റീവായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു അക്കാഡമിക് എക്സസൈസാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് പൊളിറ്റിക്സ് പറഞ്ഞ് ശീലമുള്ളതുകൊണ്ടായിരിക്കും എന്നോടത് പറയാൻ കാരണം. പിന്നെ എൻ്റെ അച്ഛനുമായിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നുള്ള ഒരാളോട് അങ്ങനെയുള്ള രീതിയിലായിരിക്കും അദ്ദേഹം എന്നോടത് പറഞ്ഞത്. അപ്പോൾ ചന്ദ്രപ്പൻ പറഞ്ഞു പെട്ടെന്ന് CPM ഈസ് ഗോയിങ് ടു സിങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായി ചോദിച്ചു, ഐ വാസ് സർപ്രൈസ്, ഇങ്ങനെ പെട്ടെന്ന് ഇതല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ദെൻ വാട്ട് അബൌട്ട് അവർ പാർട്ടി? അപ്പോൾ അതിനും ഉടനെ മറുപടി, സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി വന്നു. ചന്ദ്രപ്പൻ പറഞ്ഞത് വാട്ട് എൽസ്, വളരെ നിരാശയിലാണ് പറഞ്ഞത്. വാട്ട് എൽസ്, അവർ പാർട്ടി ഈസ് ഓൾസോ ഗോയിങ് ടു സിങ്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് രക്ഷപ്പെടണമെങ്കിൽ അത് വലിയൊരു രീതിയിൽ ചർച്ച ചെയ്യേണ്ട പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചന്ദ്രപ്പൻ ഇത് പറയുന്ന സമയത്ത് ചന്ദ്രപ്പൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, കേരളത്തിലെ മാത്രം അല്ല പറഞ്ഞത്, ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അപജയത്തിലേക്കുള്ള വിരൽ ചൂണ്ടലായിരുന്നു ആണത്. ഞാൻ അങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് പിന്നീട് ഞാൻ ചന്ദ്രപ്പൻ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ മോഹിത് സെൻ്റെ ആത്മകഥ വായിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ മാർക്സിസ്റ്റ്
താത്വിക ആചാര്യന്മാരിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരാളാണ് മോഹിത് സെൻ. അപ്പോൾ മോഹിത് സെൻ്റെ ആത്മകഥ ഇറങ്ങിയ സമയത്ത് ചന്ദ്രപ്പൻ ഒരു തവണ കാസർഗോഡ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞ, എനിക്ക് ആ പൊളിറ്റിക്സിൽ താല്പര്യമുണ്ട് എന്നറിഞ്ഞതുകൊണ്ടായിരിക്കണം, എന്നോട് പറഞ്ഞ അജിയൻ മോഹിത് സെൻ്റെ ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട്, അജിയൻ അത് വായിക്കണം. ഞാൻ ഉടനെ തന്നെ അത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി. രൂപായൻ കമ്പനിയാണ് അത് ഇറക്കിയത്. എ ട്രാവലർ ആൻഡ് ദ റോഡ്, ജേർണി ഓഫ് ആൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. 600 പേജുള്ള വലിയ പുസ്തകമാണ്. അപ്പോൾ അത് വായിച്ചതാണ് എനിക്ക് വലിയൊരു അനുഭവം. ഞാൻ അതിനെക്കുറിച്ചും ചന്ദ്രപ്പനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന പൊളിറ്റിക്സ്. ഇത് കൂടാതെ CPIയുടെ ഭാവി, ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഭാവി, ഇതിനെക്കുറിച്ചിട്ട് ധാരാളം അറിവുകൾ എനിക്ക് പകർന്നു തന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ശരിക്കൊരു ജോഷിയായിട്ടായിരുന്നു. ഹി വാസ് ആൻ ആർഡൻറ്റ് ഫോളോവർ ഓഫ് PC ജോഷി. അപ്പോൾ അത് ഞാനൊരു ദിവസം അച്ഛനെ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ പലരും ഇൻ്റർവ്യൂ ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ ഒരു പത്രക്കാരനോട് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ വാസ്തവത്തിൽ അതിൽ നിന്നിങ്ങനെ അത് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് പതിഞ്ഞു. അപ്പോൾ അതിൽ അച്ഛൻ പറയുന്നത് വെച്ചെങ്കിൽ, ജോഷി പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നമ്മുടെ പാർട്ടി, അവരോട് പറയുമ്പോൾ നമ്മുടെ പാർട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഉദ്ദേശിച്ചത്, നമ്മുടെ പാർട്ടിയും നമ്മുടെ രാജ്യവും എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു. ഈ നമ്മുടെ CK ചന്ദ്രപ്പൻ പറഞ്ഞില്ലേ, നമ്മുടെ പാർട്ടിയും ഇതോടൊപ്പം പോകുമെന്ന് പറഞ്ഞു. അതെ, മുങ്ങുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് SA ഡാങ്കയുടെ അല്ലെങ്കിൽ PC ജോഷിയുടെ ലൈൻ പിന്തുടരാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പം കൽക്കട്ട TSSനെ ഒരു കാലത്ത് അംഗീകരിക്കുകയും പിന്നീട് തള്ളുകയും ചെയ്തു. പക്ഷെ തള്ളുമ്പോഴത്തേക്കും പാർട്ടിക്ക് സംഭവിക്കേണ്ടുന്ന പരുക്കെല്ലാം സംഭവിച്ചു. അതെ. അപ്പോൾ ആ ഒരു പാതയിൽ നിന്ന് മാറിപ്പോയതുകൊണ്ടാണ് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? വിശദീകരിക്കാൻ പറ്റുമോ? അതെ, ഞാൻ ആ രാഷ്ട്രീയത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള രാഷ്ട്രീയം അതാണ്. അപ്പോൾ അച്ഛൻ ഈ പറഞ്ഞത് ഞാൻ അച്ഛനോട് പിന്നീട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ ആത്മകഥയൊക്കെ വായിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നീട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വായിക്കുന്ന സമയത്ത് PC ജോഷിയുടെ കാലഘട്ടം. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ ഒരു ഇത് പാർട്ടി മാത്രമല്ല അച്ഛൻ പറഞ്ഞത്, രാജ്യവും മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പോൾ അത് അക്കാഡമിക്കായിട്ട് പിന്നെ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായത് പ്രൊഫസർ ബിപിൻ ചന്ദ്ര. ഇപ്പോൾ പൊതുവെ അറിയുന്ന ഇന്ത്യയിലത്തെ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു അക്കാഡമിഷ്യനാണ് പ്രൊഫസർ ബിപിൻ ചന്ദ്ര, JNU ആസ്ഥാനമായിട്ട്. വാസ്തവത്തിൽ ഞാൻ MA-ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ ഞങ്ങൾ റെഫർ ചെയ്യുന്ന പുസ്തകം, വായിക്കുകയും റെഫർ ചെയ്യുന്നൊക്കെ പുസ്തകം ബിപിൻ ചന്ദ്രയുടെയാണ്. അപ്പോൾ ബിപിൻ ചന്ദ്രയുടെ നേതൃത്വത്തിൽ 1980s ബിഗിനിങ്ങിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ജനകീയ ചരിത്രം, മാർക്സിസ്റ്റ് വീക്ഷണം അടിസ്ഥാനപ്പെടുത്തി ഒരു ജനകീയ ചരിത്രം രചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ടീമുകളായിട്ട്, കുറേ ചരിത്രകാരന്മാരുടെ ടീമുകളായിട്ട് പിന്നെ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ബിപിൻ ചന്ദ്ര, ഞാനന്ന് BA കഴിഞ്ഞ സമയമാണത്. BA കഴിഞ്ഞിട്ട് MA-ക്ക് ചേരാൻ നിൽക്കുന്ന ആ ഘട്ടത്തിലാണ്. അത് വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു അക്കാഡമിക് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ KN കുറുപ്പ്, അദ്ദേഹം പിന്നെ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ കുറുപ്പ് സാർ ഒരു ദിവസം വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ ബിപിൻ ചന്ദ്ര. അപ്പോൾ അച്ഛന് ബിപിൻ ചന്ദ്ര എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവില്ല. ഇന്നിങ്ങനെ ആൾ JNU-ത്തെ പ്രൊഫസറാണ്, പിന്നെ മാധവട്ടനൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ മംഗലാപുരത്ത് വന്നിട്ട് അവർ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. ഹൈദരാബാദിൽ നിന്ന് മംഗലാപുരത്തേക്ക് വന്നു. മംഗലാപുരത്ത് കക്കില്ലായ, BV കക്കില്ലായ, പഴയ കർണാടകത്തെ വലിയ എൻ്റെ അച്ഛൻ്റെയൊക്കെ വളരെ അടുത്ത സഹാവാണ്. കക്കിലായൻ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കാഞ്ഞങ്ങാടേക്ക് വരും, മാധവട്ടൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം രാവിലെയാണ് ബിപിൻ ചന്ദ്രയും KN കുറുപ്പും ഭഗവാൻ ജോഷ്, JNU-ലെ തന്നെ മറ്റൊരു പ്രൊഫസർ, ഈ 3 പേരാണ് വീട്ടിലേക്ക് വരുന്നത്. ഒരു ഓട്ടോറിക്ഷയിൽ ആണ് 3 ആൾ വന്ന് വീട്ടിലിറങ്ങുന്നത്. അപ്പോൾ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിപിൻ ചന്ദ്ര അവിടെയുണ്ട്. ബിപിൻ ചന്ദ്ര അതിൽ മുഴുവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി, വെറും കേൾവിക്കാരനായിട്ട്. പക്ഷേ എനിക്ക് ഹിസ്റ്ററിയിൽ താല്പര്യമുണ്ട്. പിന്നെ ഹിസ്റ്ററി BA കഴിഞ്ഞ് ഞാൻ MA-ക്ക് ചേരാൻ നിൽക്കുന്ന സമയത്താണല്ലോ ഇങ്ങനെ വലിയൊരാൾ വരുന്നത്. അപ്പോൾ ഞാൻ വളരെ പിന്നെ താല്പര്യത്തോട് കൂടിയിട്ട് അത് മുഴുവൻ കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന ഇതൊക്കെ ചെയ്യുന്നതും പിന്നെ കൂടെ ഈ മുഴുവൻ ഇരുന്നു. ഉച്ചക്ക് ഊണ് കഴിച്ച് വൈകുന്നേരം പോകും. അപ്പോൾ ഏതാണ്ട് ഒരു 5-8 മണിക്കൂർ വീട്ടിലിരുന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം ബിപിൻ ചന്ദ്ര ചോദിച്ചു. കാരണം ബിപിൻ ചന്ദ്ര സംസാരിക്കുമ്പോൾ അച്ഛനൊരു PC ജോഷിയുടെ അനുയായിയാണ് എന്ന് മനസ്സിലായി. ആ ഒരു തിങ്കിങ് ഉണ്ടല്ലോ, ഒരു
വീക്ഷണം ഉള്ള ആളാണ് ബിപിൻ ചന്ദ്ര. അതെനിക്ക് വായിക്കുമ്പോഴാണ്, കാരണം മോഹിത് സെനും ബിപിൻ ചന്ദ്രയും ഫ്രണ്ട്സാണ് ഞങ്ങളുടെ അടുത്ത്. പിന്നീട് ഞാൻ ബിപിൻ ചന്ദ്രനെ ഞാനും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ സി ബാലിനെ ഞാൻ ചേർന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് കലാകൗമുദിയിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതേ പൊളിറ്റിക്സാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിപിൻ ചന്ദ്ര അച്ഛനോട് ചോദിച്ചിട്ട് ചോദ്യം, ബിപിൻ ചന്ദ്ര വരുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ ഹൈദരാബാദിൽ അച്ഛൻ ഈ പറഞ്ഞത് ബിപിൻ ചന്ദ്രയോടും പറഞ്ഞു. ജോഷിയുടെ ലൈൻ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാണ്. അത് ഈ കൽക്കട്ട തീസിസിൽ പറഞ്ഞതുപോലെ വെറും അധികാര കൈമാറ്റമല്ല, അത് ഇന്ത്യൻ ജനത നേടിയിട്ടുള്ള അവരുടെ ഫൈറ്റിൽ കൂടി പടപൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം വെറും അധികാര കൈമാറ്റമാണ്, നെഹ്റു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഏജൻ്റാണ് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെൻ്റായിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അതൊക്കെ പിന്നെ അച്ഛൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. അപ്പോൾ അച്ഛൻ്റെ ഹിന്ദിനെ കുറിച്ചിട്ട് ബിപിൻ ചന്ദ്ര വളരെ ചേസ്റ്റ് ഹിന്ദി വലിയ, അത് ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് പൊതുവെ നമ്മളെ സൗത്ത് ഇന്ത്യൻസ് ഹിന്ദി സംസാരിക്കുമ്പോൾ വലിയ ആവേശമായിരുന്നു. അപ്പോൾ ബിപിൻ ചന്ദ്ര വളരെ താല്പര്യത്തോടെ ഹിന്ദിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയോട് കൂടിയിട്ടാണ് അതിൻ്റെ വഴി മാറുന്നത്. അപ്പോൾ ബിപിൻ ചന്ദ്ര പറഞ്ഞു, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. അവിടെ രവി നാരായൺ റെഡ്ഡി എന്ന് പറയുന്ന ആന്ധ്രയിലത്തെ വളരെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഈ രവി നാരായൺ റെഡ്ഡിയെ കൽക്കട്ട തീസിസിൻ്റെ സമയത്ത് പാർട്ടി വധിക്കാൻ തീരുമാനിച്ചു. കാരണം അദ്ദേഹം കൽക്കട്ട തീസിസ് അംഗീകരിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാം. ഇതൊക്കെ കൽക്കട്ട തീസിസിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാണ്. അത് അച്ഛൻ തന്നെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അച്ഛൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് കൽക്കട്ട തീസിസ് വന്ന് പാർട്ടി ബാൻ ചെയ്തിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അച്ഛൻ വെല്ലൂർ ജയിൽ, കടലൂർ സെൻട്രൽ ജയിൽ എവിടെയൊക്കെയാണ് ഉണ്ടായത്. 1.5 വർഷത്തിലധികം അച്ഛൻ ജയിലിലായിരുന്നു. ആ കാലത്ത് മെഡ്രാസിൽ വളരെ, അച്ഛൻ പറഞ്ഞത്, അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞത്, വളരെ തങ്കം പോലുള്ള സഖാക്കൾ 2-3 സഖാക്കൾ അവിടെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പാർട്ടി കൊന്നു കളഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആ എത്രത്തോളം സെക്ടേറിയൻ ലൈനാണ് അത് എന്നുള്ളതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ. ശത്രുക്കളല്ല കൊന്നത്, ശത്രുക്കൾ ഒരുപാട് പാർട്ടിക്കാർ ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെട്ട ഇത് ധാരാളം ഉണ്ടാവും. അടിച്ചമർത്തലും ഒക്കെ ഭീകരമായിരുന്നല്ലോ. ആന്ധ്രയിൽ തന്നെ ആയിരക്കണക്കിന് സഖാക്കളാണ് പോലീസ് ഇതിലൊക്കെ മരിച്ചത്. അതല്ലാതെ സ്വന്തം പാർട്ടിക്കാർ സ്വന്തം നേതാക്കളെ വധിച്ച അനുഭവം ഇത് അച്ഛൻ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഒരു രാമകൃഷ്ണൻ എന്ന പേരുള്ള ഒരു സഖാവ് ഇത് റിപ്പോർട്ട് ചെയ്യുകയും അത് വലിയ കോളിളക്കം ഉണ്ടാക്കുകയും ജയിലിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രവി നാരായൺ റെഡ്ഡി ഈ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും എങ്ങനെയോ രഹസ്യം അത് ലീക്കായിട്ട്, അതായത് പാർട്ടി നേതൃത്വം തന്നെ ഇദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ച വിവരം ഇദ്ദേഹത്തിന് കിട്ടി. ഇദ്ദേഹം ബോംബെയിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. രക്ഷപ്പെട്ടിട്ട് പിന്നീട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നതെന്ന് എന്നുള്ള സംഭവം അതെനിക്കറിയാം. അല്ല, നമ്മൾ ചോദ്യമായിരുന്നു, അതായത് ഇപ്പം CPIM ഇല്ലാതെയാകും, ഒപ്പം CPI ഇല്ലാതെയാകും എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ നമ്മളീ പറയുന്ന K മാധവനും CK ചന്ദ്രപ്പനും ഒക്കെയുള്ള പാർട്ടിയാണ് CPI, മാതൃ പാർട്ടി. ആ പാർട്ടി ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ CPIM നശിക്കുന്നു എന്നതിനെ പറ്റി CK ചന്ദ്രപ്പൻ പറയുന്നത് മറ്റൊരു പാർട്ടിയെ കുറിച്ചാണ്. നമ്മൾ അങ്ങനെ കണ്ടാൽ മതി, 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണുള്ളതുകൊണ്ട്. പക്ഷേ CPI കൂടി നശിക്കും എന്ന് നമ്മുടെ പാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു അദ്ദേഹം പറയുന്നത് CPI നശിക്കുന്നതാണ്. അതെ, ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ വരാം. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ബിപിൻ ചന്ദ്ര പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ, ബിപിൻ ചന്ദ്ര ഇദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രസ്ഥാനം പരാജയപ്പെട്ടത്. അപ്പം അതിന് രവി നാരായൺ റെഡ്ഡി പറഞ്ഞ മറുപടിയാണ്, ഞാനൊരു ദൈവവിശ്വാസിയല്ല. കാരണം യുഎസ് എ കമ്മ്യൂണിസ്റ്റ്, ഒരു വളരെ കൺവിക്ഷനുള്ള കമ്മ്യൂണിസ്റ്റാണ്. അവർ ഞാനൊരു ദൈവവിശ്വാസിയല്ല, ആയിരുന്നെങ്കിൽ പറയുമായിരുന്നു ഗാന്ധിജിയെ ക്രൂശിച്ചതിന് ദൈവം നമ്മളെ ശിക്ഷിച്ചതാണ്. അപ്പോൾ അതിൽ നല്ലൊരു പൊളിറ്റിക്സ് ഉണ്ടായില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചെങ്കിൽ ഇത് തന്നെയാണ് ഈ പറയുന്ന എൻ്റെ ഫാദറായാലും പലരായാലും. ഇപ്പോൾ ഞാനിപ്പോൾ അവസാനം എഴുതിയ ലേഖനത്തിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. പരക്കെ അറിയുന്ന കാര്യമാണ്. ഈ താരിഖ് അലി എന്നുള്ള ചരിത്രകാരൻ K. ദാമോദരൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കെ ദാമോദരൻ 60 എപ്പോഴത് വർഷം ഓർമ്മയില്ല, അദ്ദേഹം 60s or 70s അദ്ദേഹം ഇവിടെ പോയി ഹോച്ചിമിൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിയറ്റ്നാമിൽ പോയി. അപ്പോൾ വിയറ്റ്നാമിൽ ഹോച്ചിമിനെ കണ്ട സമയത്ത് കെ ദാമോദരൻ ചോദിച്ചു, ഇന്ത്യൻ പാർട്ടിയുടെ അത്ര വലിപ്പേ നിങ്ങൾക്ക് ഈ വിയറ്റ്നാം പാർട്ടിക്ക് ഉള്ളൂ, പക്ഷേ ഇവിടെ വിപ്ലവം വിജയിക്കുകയും ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഹോച്ചിമിനോട് കെ ദാമോദരൻ ചോദിക്കുന്നു. അപ്പോൾ ഹോച്ചിമിൻ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് അവിടെ ഒരു ഗാന്ധിയുണ്ട്, ഇവിടെ ഞാനാണ് ഗാന്ധി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ജോഷി പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയാം, ജോഷീൻ്റെ ഒരു പൊളിറ്റിക്സാണ് ഈ പറയുന്ന പൊളിറ്റിക്സ്. അപ്പോൾ ജോഷി പറഞ്ഞത് ഇത്രയില്ല, അതായത് ഇന്ത്യൻ പാർട്ടി മെയിൻ സ്ട്രീമിൽ എത്തുന്നതിന് തടസ്സമായി നിന്നത് ഇന്ത്യൻ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം. വളരെ യാന്ത്രികമായിട്ട് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു വലിയ അളവോളം ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നിയന്ത്രണത്തിലായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ യാന്ത്രികമായി മാർക്സിസം ലെനിനിസം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് പകരം ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ ശരിക്ക് വിലയിരുത്തി മനസ്സിലാക്കി ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മഹത്വത്തെയും, അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു കറകളഞ്ഞ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനമാണത്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്വ മുന്നേറ്റം നടത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഇവിടെ ആദ്യം കോൺഗ്രസ് ആണ് ശത്രു എന്നുള്ള രീതിയിൽ സമീപിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തകരാറ്. അതിന് ഞാൻ ഒന്നുകൂടി പറയാം, അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ 1920, ഇത് വർഷം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടാവും, ഈ സെക്കൻഡ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ മീറ്റിംഗ് മോസ്കോയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ഭാരവാഹിയാണ് എം.എൻ. റോയ് ആണല്ലോ ആദ്യം ടാഷ്കണ്ടിൽ വെച്ചിട്ട് എം.എൻ. റോയ്, അഭിനി മുഖർജി ഇവരൊക്കെ ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ആദ്യം ടാഷ്കണ്ടിൽ രൂപീകരിക്കുന്നത്. അത് 1920-ലാണ്. അതാണ് CPM 2020 100-ാം വാർഷികം കൊണ്ടാടിയത്. പക്ഷെ അതേസമയത്ത് ഇന്ത്യയിൽ അത് കാൺപൂരിൽ ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത്, ഇന്ത്യൻ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് 1925-ലാണ്. അപ്പോൾ CPI 1925-ലാണ് 100-ാം വാർഷികം ആഘോഷിച്ചത്. CPM 5 വർഷം മുമ്പേ. കാരണം ഈ ടാഷ്കണ്ടിൽ എം.എൻ. റോയ്, വാസ്തവത്തിൽ എം.എൻ. റോയുടെ പൊളിറ്റിക്സാണ് ഇവർ കുറേ കാലം കൊണ്ടുകിടന്നത്. എം.എൻ. റോയ് പിന്നെ എവിടെ എത്തി എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ആ ഇതിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ, സെക്കൻഡ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്നാണ് എൻ്റെ ഓർമ്മ, ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ ലെനിൻ കൊണ്ടുപോയിട്ടുള്ള കൊളോണിയൽ തീസിസ് ഉണ്ട്. ആ കൊളോണിയൽ തീസിസിൽ ലെനിൻ പറഞ്ഞിട്ടുള്ളത് ഈ സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്ന, സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കേണ്ട ടാക്റ്റിക്കൽ ലൈൻ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ലെനിൻ പറഞ്ഞത്, അതാത് രാജ്യങ്ങളിലെ ബൂർഷ്വാ ദേശീയ പ്രസ്ഥാനങ്ങൾ ആണെങ്കിലും ആ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്ത് വേണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുന്നേറാൻ വേണ്ടിയിട്ട് എന്നാണ്. അത് നോക്കിയാൽ ഇന്ത്യയിൽ ചെയ്യേണ്ടത് ഗാന്ധിജിയെയും കോൺഗ്രസിനെയും അംഗീകരിക്കണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് ആ ലൈനിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ദേശീയ മുഖ്യധാരയിലേക്ക് എളുപ്പം എത്താനുള്ള വഴിയായിരിക്കും എന്നാണ് ലെനിൻ പറഞ്ഞതിൻ്റെ ക്രക്സ്. അപ്പോൾ ഇവിടെ നടക്കാതെ പോയത്, അത് നടക്കാണ്ട് പോയത് എം.എൻ. റോയ് ഇതിന് ബദലായിട്ട് എം.എൻ. റോയ് ഒരു തീസിസ് അവതരിപ്പിക്കുന്നുണ്ട് അവിടെ. അതിൽ പറയുന്നത് എന്താ അറിയോ, ലെനിൻ്റെ ഈ ലൈനിനെ പൂർണ്ണമായി നിരാകരിച്ചു. അന്ന് അംഗീകരിക്കപ്പെട്ടത് എം.എൻ. റോയുടെ ലൈനാണ്, അല്ലാണ്ട് ലെനിൻ്റെ ലൈനല്ല. ലെനിൻ വലിയ ആളാണെന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഉൾപാർട്ടി ജനാധിപത്യമാണത്. അവിടെ മേൽക്കൈ നേടുന്നത് എം.എൻ. റോയുടെ പോളിസിയാണ്. അല്ല, അതിനർത്ഥം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളിൽ കൂടുതൽ പേരും ആ ചിന്തകളിലായിരുന്നു എന്നുള്ളതല്ലേ? അല്ല, ആയിരിക്കാം. ഞാൻ പറയുന്നത്, ഞാൻ ഈ ഇത് പറയാം, ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ നടന്നത് എന്താ വെച്ചെങ്കിൽ എം.എൻ. റോയുടെ തീസിസ് പ്രകാരം അതാത് രാജ്യങ്ങളിലുള്ള ഈ പറയുന്ന ബൂർഷ്വാ
പിന്നെ എന്താ പിന്നെ സംഘടനകളുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബുർഷ്വാ സംഘടനകളെ ആദ്യം എതിർത്ത് തോൽപ്പിക്കണം. കാരണം അവർ റിയാക്ഷണറീസാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിനെയും ഗാന്ധിജിയെയും എതിർത്ത് തോൽപ്പിക്കണം. തോൽപ്പിച്ചിട്ട് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വരികയും ആ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു തൊഴിലാളി വർഗ വിപ്ലവം രാജ്യത്ത് നടക്കുകയും വേണം. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കണം, റഷ്യയിലൊക്കെ ഉണ്ടായ പോലെ. ഇതാണ് ആ തീസിസിൻ്റെ അടിസ്ഥാനം. അവിടെ ഈ സെക്കൻഡ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അംഗീകരിക്കപ്പെട്ടത് ലെനിൻ്റെ ഈ കൊളോണിയൽ തീസിസിൽ പറയുന്ന ഇതല്ല, മറിച്ച് അംഗീകരിക്കപ്പെട്ടത് എം.എൻ. റോയുടെ ഇതാണ്. ആ അടിസ്ഥാനത്തിലാണ് കുറേ കാലം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് വളരെ ശുഷ്കമായ അവസ്ഥയിലാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ആലോചിക്കണം. വളരെ ശുഷ്കം. ഇപ്പോൾ PC ജോഷി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത് 1936-ലാണ്. 1936 മുതൽ 1947 വരെ, അപ്പോൾ പിന്നെ 48 വരെ, അതായത് 12 വർഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച ആളാണ് PC ജോഷി. 1936-ൽ PC ജോഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണെന്ന് അറിയോ? 28 വയസ്സ്. He was only 28. പക്ഷേ ഹി വാസ് എ പ്രോളിഫിക് റൈറ്റർ, ഒരു പിന്നെ ഓർഗനൈസർ, നല്ല തിയറിറ്റീഷ്യൻ, അങ്ങനെ ഒരു മൾട്ടിഫെസറ്റഡ് പിന്നെ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ജോഷി പിന്നെ യുടെ കാലത്ത് അന്ന് പിന്നെ പാർട്ടി മെമ്പർഷിപ്പ് എത്ര അറിയോ? 1936-ൽ PC ജോഷി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് 50ആണ്, ജസ്റ്റ് 50. അപ്പോൾ 48-ൽ ഇദ്ദേഹത്തെ പിടിച്ച് കൽക്കട്ട തീസിസ് വന്നിട്ട് ഇദ്ദേഹത്തെ പുറത്താക്കിയല്ലോ. ആ പുറത്താക്കിയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് 90,000 അപ്പോൾ 50-ൽ നിന്ന് 90,000 ആക്കി വർദ്ധിപ്പിച്ച ജോഷി. അത് മാത്രമല്ല, സമസ്ത മേഖലകളിലേക്കും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം അന്ന് വ്യാപിച്ചു. അപ്പോൾ ജോഷി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ വിദ്യാർത്ഥി ഫെഡറേഷൻ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ AISF ഉണ്ടാക്കുന്ന 1936-ലാണ് ജോഷിയുടെ കാലത്ത്. യുവജന ഫെഡറേഷൻ, അതുപോലെ IPTA. ഇത് ജോഷിയുടെ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്നത്, അതിലാണ് ഈ എഴുത്തുകാരും സിനിമ പിന്നെ സംവിധായകരും. ഇപ്പോൾ ബോംബെ സിനിമാ മേഖലയൊക്കെ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിലായിരുന്നു. നിങ്ങളിപ്പോൾ എടുത്ത K.A. അബ്ബാസ്, മുൽക്ക് രാജ് ആനന്ദ്, കൈഫി ആസ്മി എന്ന് പറഞ്ഞാൽ ഷബന ആസ്മിൻ്റെ അച്ഛൻ, പിന്നെ അതുപോലെ പിന്നെ ധാരാളം പേരുകൾ പറയാം, പിന്നെ ബൽരാജ് സാഹ്നി പോലുള്ള ഈ പിന്നെ എന്താ മുൻനിര പിന്നെ ഫിലിം പേഴ്സണാലിറ്റീസ്, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ, ഇതൊക്കെ ജോഷിയുടെ പിന്നെ കഴിവ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനം എന്ന് പറയുന്നത് ബോംബെയിലാണ്. ബോംബെയിൽ രാജ്ഭവനിലായിട്ടാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ ഇതിനിടയ്ക്ക് ജോഷിയുടെ ആത്മകഥ ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഞാൻ വായിച്ചു തീർത്തതേ ഉള്ളൂ. പിന്നെ ഗാർഗി ചക്രവർത്തി എഴുതിയിട്ടില്ല. അതിൽ പറയുന്നത് ജോഷി അവസാന കാലത്ത് ഈ ജോഷി അനുഭവിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു തീർത്തും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അവഗണിച്ച് ഒറ്റപ്പെട്ട JNUവിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ റിസർച്ചും കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം ജീവിതം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ പൊളിറ്റിക്കലിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരാജയപ്പെട്ടു. ഈ പറഞ്ഞ പോലെ സാംസ്കാരിക രംഗത്തുള്ള സാന്നിധ്യം ഇല്ലാതായി, അക്കാദമിക രംഗത്തും സാന്നിധ്യം ഇല്ലാതായി ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെ എല്ലാ ഓരോ മേഖലയിലായിട്ടും ഇങ്ങനെ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു സ്ഥലത്ത് പാളിച്ച പറ്റിയെന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പറ്റിയെന്ന് പറയാം. പക്ഷേ തുടർച്ചയായിട്ട് താഴോട്ടാണ് ഇതിൻ്റെ വളർച്ച. അതെ, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്രാഫ് കുത്തലോട്ടാണ് എന്ന് അംഗീകരിക്കാം. പക്ഷേ ഇതൊക്കെ ആയിട്ടാണെങ്കിലും, വളരെ നെഗറ്റീവായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടാണെങ്കിൽ പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. ഇപ്പോൾ പിന്നെ 1953-ൽ മധുര കോൺഗ്രസിൽ വെച്ചാണ് കൽക്കട്ട പിന്നെ ഇത് തെറ്റാണെന്ന് പറഞ്ഞത്. കൽക്കത്ത തീസിസ് തെറ്റായിപ്പോയി. എന്നിട്ട് പാർലമെൻ്ററി പാതയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരുന്നത് 1953-ൽ മധുര കോൺഗ്രസ്, തമിഴ്നാട്ടിൽ മധുര കോൺഗ്രസിൽ വെച്ചാണ്. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം കാണണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നാകെ അത് തകർന്നു പോയിട്ടില്ല ഇന്ത്യൻ ഈ എല്ലാ മേഖലകളിലും. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. അത് പരാജയമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ആദ്യത്തെ ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് AKG പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു. അതെ, അന്ന് CPI ഉള്ളൂ പാർട്ടി. അതെ, അതുപോലെ തന്നെ ഇപ്പം ബീഹാറിലൊക്കെ എനിക്ക് 40-ൽ മേലെ MLA മാരും പ്രതിപക്ഷമായിട്ട് MP മാരൊക്കെ ഉണ്ടായ സാഹചര്യം.
അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ആകെ 2% വോട്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു കോൺഗ്രസിന്റെ കൂടെ നിൽക്കാന്നാണെങ്കിൽ ആ കോൺഗ്രസ് പോലും ദുർബലമാണ്. അല്ല അത് ശരി, അത് ഇപ്പോഴത്തെ കാര്യമാണ്. ഞാൻ അതിന് മുമ്പ് പറഞ്ഞാൽ ഇപ്പോൾ 1953 മധുര കോൺഗ്രസിൽ വെച്ച് പാർട്ടി തെറ്റുതിരുത്തി പാർലമെന്ററി ഡെമോക്രസി അംഗീകരിക്കുകയും ഈ പറയുന്ന പിന്നെ തൊഴിലാളി വർഗ വിപ്ലവം നടത്തി പിന്നെ ഭരണകൂടം സ്ഥാപിക്കാന്നുള്ള ഇതൊക്കെ വിടുകയും ഇന്നും CPM അത് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അത് നടക്കില്ല എന്ന് മറ്റാരെക്കാളും അവർക്കറിയാം, എങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ 53 ഇത് തിരുത്തിയതിന് ശേഷം 52 പാർലമെൻറ്റ് പിന്നെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലാണ് പിന്നെ AKG പിന്നെ ആദ്യത്തെ ഇലക്ഷനിലാണ് പിന്നെ 16 അംഗങ്ങളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാനുള്ള നമ്പറില്ല. എങ്കിലും നെഹ്റുവിൻ്റെ ആ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഇതൊരു ബ്ലോക്കായിട്ട് അംഗീകരിക്കുകയും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം AKGക്ക് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷ നേതാവാൻ കഴിഞ്ഞു. ഏതാണ്ട് 10%-ലധികം 10%-ൻ്റെ അടുത്ത്, അധികമല്ല, അടുത്ത് വോട്ട് ശതമാനമുണ്ട്. അന്ന് ജനസംഘത്തിൻ്റെ വോട്ട് 4%. മുഖ്യ പ്രതിപക്ഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. 57 നമ്മൾ കാണേണ്ടത് 52 ഡാങ്കെ മത്സരിച്ചിരുന്നില്ല. 57 ബോംബെ സിറ്റി പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് ഡാങ്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഡാങ്കെക്ക് അന്ന് കിട്ടിയ ഭൂരിപക്ഷം ഫൂൽപൂർ എന്ന് പറയുന്ന UPയിലെ നെഹ്റുവിൻ്റെ മണ്ഡലത്തിൽ നെഹ്റുവിന് ലഭിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ഡാങ്കെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് നമ്മൾ തീരെ തകർന്നടിഞ്ഞു പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൽക്കട്ട തീസിസോടുകൂടി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അതൊക്കെ തിരിച്ചു പിടിച്ചിരുന്നു. 57 ഡാങ്കെ ആണ് പ്രതിപക്ഷ നേതാവ്, AKG ഉപനേതാവുമായിരുന്നു. ഡാങ്കെയാണല്ലോ, ആ ഡാങ്കേനെയാണ് ഇവർ എപ്പോഴും ഇകഴ്ത്താൻ നോക്കുന്നത്. പക്ഷേ ഡാങ്കെ എന്ന് പറയുന്നത് വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ സമസ്ത മേഖല, ഇപ്പോൾ ബാങ്കിങ് സെക്ടർ ആയാലും, റെയിൽവേ തൊഴിലാളികളുടെ മേഖല, ഫാക്ടറി തൊഴിലാളികൾ, ടെക്സ്റ്റൈൽ, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഫാക്ടറി, ബോംബെ ഇപ്പോൾ അന്ന് പറയാറുണ്ടല്ലോ, ഡാങ്കെ വിരൽ ചൂണ്ടിയാൽ ബോംബെ സ്തംഭിക്കുന്ന പറയാം. അവർക്ക് ഈ 50s 60s ഉണ്ട്. പിന്നെ സെറ്റ് ബാക്ക് എവിടുന്ന്, നിങ്ങൾ പറഞ്ഞ അതിലത്തേക്ക് ഞാൻ വന്നാൽ സെറ്റ് ബാക്ക് എവിടുന്ന് വന്നു എന്ന് വെച്ചെങ്കിൽ 48 പിന്നെ കൽക്കട്ട തീസിസിൻ്റെ ആ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് അങ്ങേയറ്റത്തെ സെക്ടേറിയൻ പൊളിറ്റിക്സാണത്. പിന്നെ വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് രണദിവയുടെ ആ തീസിസ് എന്ന് പറയുന്നത്. രണദിവയും ജി അധികാരിയും ഒക്കെ അതിലുണ്ട്. ജി അധികാരി പിന്നീട് പാർട്ടി വളർന്നിട്ടാകുമ്പോൾ CPIയിൽ തന്നെ നിന്നു. അയലിൽ ഒറ്റപ്പെടുത്തിയത് PC ജോഷിയാണ്. ഈ സെക്ടേറിയൻ പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് പേറി നടക്കുന്ന ഒരു വിഭാഗം പിന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രബലമായിരുന്നു. അവരാണ് 1964 സമയം വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിളർക്കുന്നത്. ഈ പിളർപ്പാണ് നിങ്ങൾ പറഞ്ഞ ഇന്നത്തെ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേരാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന്. ആ ഒറ്റ കാരണം എന്ന് ഞാൻ പറയില്ല, പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന സ്പ്ലിറ്റാണ്. ഈ സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് അവരെന്ത് നേടി? അന്ന് ആ സ്പ്ലിറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള MN റോയ് പറഞ്ഞ അതേ പൊളിറ്റിക്സിൻ്റെ ഒരാവർത്തനാണ് 48 കണ്ടത്. ആ 48 കൽക്കട്ട തീസിസിൻ്റെ ആവർത്തനാണ് 64 കണ്ടത്. അതായത് ഉടൻ വിപ്ലവമാണ്. അന്ന് നിങ്ങൾക്കറിയാം, എന്നോട് കണ്ണൂരിലെ ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം പാർട്ടി വളർന്ന ഉടനെ അദ്ദേഹം CPMൽ പോയി. അത് കഴിഞ്ഞ് 68 അദ്ദേഹം നക്സലായി. ബാലകൃഷ്ണൻ, നല്ലൊരു കോംറേഡ്. അപ്പോൾ ബാലകൃഷ്ണൻ എന്നോട് നേരിട്ട് പറഞ്ഞത്. അതുപോലെ പള്ളിപ്പുറം ബാലൻ കാഞ്ഞങ്ങാട് MLA ആയിരുന്നു, അദ്ദേഹവും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അത് വളരെ തമാശയാണ്. അതായത് പാർട്ടി പിളർപ്പ് ഏതാണ്ട് വരും എന്നുള്ള ഘട്ടമെത്തി. അപ്പോൾ CPM ഇത് വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഔദ്യോഗികമായി പിളർന്നിട്ടില്ല, പക്ഷെ പിളർക്കുന്നും മറ്റത് വലതന്മാരാണ്, CPIക്കാർ വലതന്മാരാണ്, നമ്മളാണ് യഥാർത്ഥ വിപ്ലവ സംഘടന, ഇടത് പ്രസ്ഥാനം എന്ന് പറയുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം നമ്മളാണ്, അതുകൊണ്ട് CPIയെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണല്ലോ അന്നത്തെ പൊളിറ്റിക്സ്. അപ്പോൾ അന്ന് ഈ രഹസ്യ മീറ്റിങ്ങുകളിൽ ബാലകൃഷ്ണൻ കേട്ടിരിക്കുന്നത് അത്ര. ബാലകൃഷ്ണൻ അവരെ കൂടെ പോയ ആളാണ്. അതായത് അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ കൂടിയിട്ട് ചൈനീസ് ചെമ്പട ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തിന്? ഇന്ത്യയെ മോചിപ്പിക്കാൻ. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര ഇല്യൂഷൻ അത് പറഞ്ഞ് ഈ പാവപ്പെട്ട സഖാക്കളെ തെറ്റിച്ച വീരന്മാരാണ് ഇവർ.
സെറ്റേണിസത്തിന് കാരണം ഇന്ത്യയെ പോലുള്ളൊരു ബൃഹത്തായ ഒരു രാജ്യത്ത് ഒരു ചൈനീസ് പട്ടാളം വന്ന് ഇന്ത്യൻ ഭരണം പിടിച്ച് CPM ഏൽപ്പിച്ച് അപ്പോൾ അതിന് തടസ്സമാണ് വലതന്മാർ. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണ്? തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഉണ്ടാക്കുകയാണ്. ഇതിന് തടസ്സം നിൽക്കുന്നത് CPIയുടെ ഈ തിരുത്തൽവാദമാണ്. അതുകൊണ്ട് ആ CPIയെ ഒറ്റപ്പെടുത്തണം. അവർ വലതന്മാരാണ്, തിരുത്തൽവാദികളാണ്. അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, ഇല്ലാണ്ടാക്കണം എന്നുള്ളതാണ് തന്നെയാണ് പോളിസി. ഇത് പ്രസംഗിച്ചവരാണ് ഇതാണ് CPMൻ്റെ രാഷ്ട്രീയം. ഇതവരിന്ന് തിരുത്തുമോ? ഇന്നും അത് തിരുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഇല്യൂഷനിൽ നിന്ന് അവർ ഇന്നും മോചിതരാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ MP ഗോവിന്ദൻ മാഷോട് ചോദിച്ചാൽ അന്തിമ ലക്ഷ്യം എന്താണെന്ന് വെച്ചെങ്കിൽ വളരെ താത്വികമായിട്ട് വേണമെങ്കിൽ വിവരിക്കും. ബുർഷ്വ ഇതിനെയൊക്കെ തകർത്ത് തൊഴിലാളി വർഗ സർവാധിപത്യം ഇവിടെ സ്ഥാപിക്കൽ തന്നെയാണ് ഞങ്ങളുടേത്. അത് തന്നെയാണ് അന്തിമമായ ആ അന്തിമ വിജയം ഞങ്ങൾക്ക് മാത്രമാണ് ഇന്നും വേണമെങ്കിൽ ഒരു ഉളുപ്പില്ലാണ്ട് പറയും. പക്ഷെ അത് എന്നിട്ടും ഇപ്പോഴും CPIയുടെ സ്ഥിതി നമ്മൾ ഈ പറഞ്ഞ 64 ഇങ്ങോട്ട് എന്താ പറയുക, 1 or 2 സർക്കാർ രൂപീകരിക്കുന്ന ആ ഒരു കാലം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലത്തും CPMൻ്റെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം CPMൻ്റെ വാലാണ് CPI എന്നും. അതെ, അതുപോലെ വേറൊരു ആക്ഷേപം CPMകാർ പറയുന്നത് വലന്മാരോട് ആളില്ല, അവരെ ഞങ്ങൾ വഹിക്കേണ്ട അവസ്ഥയാണെന്നാണ് പറയുന്നത്. അതെ, ആ അവസ്ഥയിൽ അതെ, ആ അവസ്ഥയിൽ ഇപ്പോൾ പാർട്ടി പിളർന്നത് ഇത് മുതൽ 64-ലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർക്കുന്നത്. CPM പിളർന്ന് CPM ഉണ്ടാകുന്നത്. അന്ന് മുതൽ കുറേ കാലം CPM പറഞ്ഞു കിടന്നത് എന്താ? CPI എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വാലാണെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് തെറ്റിയത് എവിടെയാണെന്ന് വെച്ചെങ്കിൽ എമർജൻസി ഒരു ടേണിംഗ് പോയിൻ്റാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അപ്പോൾ എമർജൻസി പ്രഖ്യാപിക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തെ ഒന്നുകൂടി വിലയിരുത്തണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പൂപ്പിൾ ജയകറിൻ്റെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചിട്ടുള്ള ഓട്ടോബയോഗ്രഫി ഞാൻ വായിച്ചു. വളരെ രസമുള്ള ബുക്സാണത്. നല്ല പൊളിറ്റിക്കൽ ഇൻസൈറ്റ് നമ്മൾക്ക് തരും. ഈ പറഞ്ഞ പോലെ മൊഹിത്സിൻ്റെ ആത്മകഥ വായിക്കുക. ബിപിൻ ചന്ദ്രയുടെ ഞാൻ നടത്തിയിട്ടുള്ള അഭിമുഖം, അദ്ദേഹത്തിൻ്റെ പല റൈറ്റിങ്സ്, ഇപ്പോൾ ലോങ് ടേം ഡൈനാമിക്സ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, അങ്ങനെ കുറേ അത് ആ ഒരു ഇതിൽ വീക്ഷണകോണിൽ കൂടി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 70s, അതായത് 60s-ലും 70s-ലും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ആഭ്യന്തരമായിട്ട് വർഗീയ ഫാസിസത്തിൻ്റെ ഭീഷണിയാണ്. അതായത് മെയിൻലി റെപ്രസെൻറ്റഡ് ബൈ RSS. അതിൻ്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജനസംഘാണ്. പിന്നെ ഈ പറയുന്ന പോലെ ജാതി മത സംഘടനകൾ, ജമായത്ത് ഇസ്ലാമി പോലുള്ള എല്ലാ സംഘടനകളും ഉൾപ്പെടുന്ന ജാതി മത സംഘടനകളൊക്കെ ഉള്ളതാണ് ഇന്ത്യയുടെ ഇൻറ്റേർണൽ എനിമീസ് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്കുലർ മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യക്ക് ഭാവി വേണമെങ്കിൽ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായിട്ട്, ദേശരാഷ്ട്രമായിട്ട്, നേഷൻ സ്റ്റേറ്റായിട്ട് വേണം ഇന്ത്യ മുന്നോട്ട് പോകാൻ. കാരണം 19% വരുന്ന മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാവില്ല. പിന്നെ എത്ര ചെറുതും വലുതുമായാലും മൈനോറിറ്റീസ് പല വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. ക്രിസ്ത്യൻസ് ആയാലും ജൈനന്മാരായാലും ബുദ്ധിസ്റ്റുകളായാലും പല വിഭാഗങ്ങളുണ്ട്, പാർസികൾ പോലും. അപ്പോൾ ഈ വിഭാഗങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനാധിപത്യ മതേതര സമൂഹമായിട്ടാണ് ഇന്ത്യ മുമ്പോട്ട് പോകേണ്ടത്. എന്നാലേ രാജ്യം അഭിവൃദ്ധിപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ആ രാഷ്ട്രീയത്തിന് നേരെ എതിരാണ് നമ്മളത്. കോൺസ്റ്റിറ്റ്യൂഷണലി നമ്മൾക്കത് ബൈൻഡിങ് ആണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ് കമ്മ്യൂണൽ എലിമെൻറ്റ്സ്, RSS ഉൾപ്പെടെയുള്ള കമ്മ്യൂണൽ എലിമെൻറ്റ്സ് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അടിയന്തരാവസ്ഥ ശരിയെന്നല്ല ഞാൻ പറയുന്നത്. ഞാനിത് ഇടയിൽ ഒരു ദിക്കിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് കോഴിക്കോട് നാദാപുരത്ത് ഞാൻ ഈ പൊളിറ്റിക്സ് പറയുമ്പോഴത്തേക്ക് ഒരു CPM നേതാവിനെ ആകെ വിറളി പോകേണ്ട അയാൾ പറഞ്ഞു അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ ന്യായീകരിച്ചിട്ടില്ലല്ലോ. അടിയന്തരാവസ്ഥ ശരിയാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം ഒന്നുകൂടി വിലയിരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ 1960s 70s ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത്, ഇന്ത്യയെ മാത്രമല്ല നവസ്വതന്ത്ര രാഷ്ട്രങ്ങളെ മുഴുവൻ, അതായത് ന്യൂലി ലിബറേറ്റഡ് നേഷൻസ്, കൺട്രീസ്, ഈ രാഷ്ട്രങ്ങളെ മുഴുവൻ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. എന്തുകൊണ്ട്? കാരണം ഈ ന്യൂലി ലിബറേറ്റഡ് രാജ്യങ്ങൾ, കൺട്രീസ് മുഴുവൻ നിൽക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്താണ്.
അപ്പോൾ സോവിയറ്റ് യൂണിയനെ സ്ട്രാറ്റജിക്കലി സോവിയറ്റ് യൂണിയനെ വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രങ്ങളെയൊക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എളുപ്പമാർഗം. അത് CIA വഴിയാണ് അവർ ഓപ്പറേറ്റ് ചെയ്തത്. അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ പാട്രിസ് ലുമുമ്പോനെ വധിക്കുകയും ആ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു. മനസ്സിലായി. എന്നിട്ട് അവർ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സ്വാധീന വലയത്തിൽ കൊണ്ടുവന്നു. അതുപോലെ ചിലിയിൽ ചിലിയിലെ അലൻഡയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് അവിടെ അമേരിക്കൻ ഭരണകൂടത്തെ അവർ സ്ഥാപിച്ചു. ഇതിൻ്റെ ഏഷ്യയിലുള്ള ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ ഇന്ത്യൻ ഇതിൽ ഉപഭൂഖണ്ഡത്തിലുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും നല്ല ഉദാഹരണം മുജിബുർ റഹ്മാൻ്റെ വധമാണ്. മുജിബുർ റഹ്മാൻ്റെ വധം കഴിഞ്ഞ് അടുത്ത CIAയുടെയും വിത്ത് സപ്പോർട്ട് ഓഫ് ദി ഇൻറ്റേർണൽ റിയാക്ഷണറി ഫോഴ്സസ്, ഇന്ത്യയിലുള്ള റിയാക്ഷണറി ഫോഴ്സസിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് അടുത്ത ടാർഗറ്റ് ഇന്ദിരാഗാന്ധിയാണെന്ന് ഇന്ദിരാഗാന്ധിയെ അറിയിക്കുന്നത് അന്നത്തെ റഷ്യൻ ഭരണാധികാരിയായിട്ടുള്ള ബ്രഷ്നേവ് പ്രത്യേക ദൂതനെ അയച്ചിട്ടാണ്. ഇത് മോഹിത് സെൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. കാരണം ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കാരണം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള ഭരണാധികാരിയായിട്ട് ഇന്ദിരാഗാന്ധി വളർന്നു. അത് ഇന്ദിരാഗാന്ധി ഓപ്പൺലി ഷി വാസ് ഇൻ അലയൻസ് വിത്ത് USSR. അതുകൊണ്ടാണ് CPI അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ആ രാഷ്ട്രീയം അതാണ്. ഈ പറയുന്ന ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് രാഷ്ട്രീയമാണ്. ഇന്റേണലി ആൻറ്റി കമ്മ്യൂണൽ ഫാസിസത്തിനെതിരെ ഔട്ട്വേർഡ്ലി എഗൻസ്റ്റ് US ഇമ്പീരിയലിസം, ഇതിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ അടുത്ത ടാർഗറ്റ് ഇന്ദിരാഗാന്ധിയാണെന്നുള്ളത് പറഞ്ഞത് മാത്രമല്ല, അന്നത്തെ ഇൻറ്റേർണൽ അവസ്ഥ നോക്കുക. ഇപ്പോൾ അലഹബാദ് ഹൈക്കോർട്ട് വിധി കൃത്യമായിട്ട് ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധി 6 വർഷം തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുപ്പ് അസാധുവാക്കി 6 വർഷത്തേക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ള വിധിയും കൂടി അവിടെ വന്നു. ആ വിധി വന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി ആ സമയത്ത് തന്നെ ജനകീയ പ്രക്ഷോഭം നയിക്കാൻ വേണ്ടി മുമ്പിലോട്ട് വരുന്നതാരാണ്? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ അതിനു വേണ്ടിയിട്ടൊരു ഇന്ദിരാഗാന്ധി ഈ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം നയിക്കാനുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യുമ്പം ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? മൊറാർജി ദേശായിയാണ്. അതിൻ്റെ കൺവീനർ ആരാന്ന് പറയാം? നാനാജി ദേശ്മുഖാണ്. RSS നേതാവായിട്ടുള്ള നാനാജി ദേശ്മുഖ്. ഈ പറയുന്ന ഇതൊരു റിയാക്ഷണറി പൊളിറ്റിക്സാണ്. ഇതിൻ്റെ കൂടെ പരസ്യമായിട്ട് കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ നിരന്ന ആളാണ് EMSൻ്റെ ആ കാലത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏത് ചെകുത്താനെ പിടിച്ചും കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കുക. ഈ രാഷ്ട്രീയമാണ് ഈ പറയുന്ന CPM കൊണ്ടു നടന്നത്. CPI വാസ്തവത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് നടപ്പിലാക്കിയത്. അത് ജോഷിയുടെയും ഡാംഗെയുടെയും ഒക്കെ ലൈനിനോട് ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയമാണ്. അതായത് ഇന്ത്യൻ ദേശീയ യാഥാർത്ഥ്യവുമായി ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയമാണ്. ഇതാണ് CPIയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനെയാണ് ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന പേരിൽ CPI ഐഡിയോളജിക്കലി അങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്തത്. അതേസമയത്ത് CPMൻ്റെതാണെങ്കിൽ പഴയ കൽക്കട്ട തീസിസിൻ്റെ ഒക്കെ പ്രേതം അതേപോലെ ഒളിഞ്ഞു നിൽക്കുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ഈ പറയുന്ന വിപ്ലവം തൊഴിലാളി വർഗത്തിൻ്റെ അട്ടിമറിയോടുകൂടി ഒരു തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുക എന്നുള്ള രാഷ്ട്രീയമാണ്. ഇപ്പം നമ്മളെ ഈ അമേരിക്ക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. അതിൻ്റെ ലക്ഷ്യം USSRനൊപ്പം നിൽക്കുന്ന നവജനാധിപത്യ രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കുക, ഡീസ്റ്റെബിലൈസ് ചെയ്യുക. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇപ്പം ജോർജ് സോറോസിനെ പോലുള്ള ആൾക്കാർ ഇന്ത്യൻ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ ഇന്റേണൽ പൊളിറ്റിക്സുമായിട്ടോ അല്ലെങ്കിൽ നമുക്കുള്ള മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള സഖ്യത്തിനും അപ്പുറം ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തെ തന്നെ ആയിരിക്കില്ലേ പേടിക്കുന്നത്? അതെ, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഈ പൊളിറ്റിക്സോട് കൂടിയിട്ടുള്ള രാഷ്ട്രം, അതായത് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് സ്റ്റാൻഡുള്ള ഇന്നത്തെ രാഷ്ട്രീയമല്ല പറയുന്നത്, അന്നത്തെ രാഷ്ട്രീയത്തിൽ സോവിയറ്റ് യൂണിയനോട് കൂടി പരസ്യമായി തന്നെ ഐക്യപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം ശക്തിപ്പെട്ടാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ അത് വലിയൊരു പൊളിറ്റിക്കൽ ഫോഴ്സാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് ഇന്ത്യ വളരരുത് എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ താല്പര്യം. അല്ല, അമേരിക്കക്ക് ഇപ്പോഴും താല്പര്യം ചോദിക്കുക. ഇപ്പോഴും അമേരിക്കൻ എപ്പോഴും ഇപ്പോഴത്തെ ഈ ടാരിഫ് എന്താണ്? ഇപ്പോഴത്തെ ടാരിഫ് വാറില്ലേ, അമേരിക്കയുടെ താല്പര്യം എപ്പോഴും അങ്ങനെയാണല്ലോ.
അതായത് ഇതുപോലുള്ള രാഷ്ട്രങ്ങളൊന്നും ശക്തിപ്പെടുന്നത്, ഇപ്പോൾ ചൈന ശക്തിപ്പെടുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അത് സ്വാഭാവികമാണ്, ഒരു ഇമ്പീരിയലിസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്, അതെപ്പോഴും ഉണ്ടാവും. പക്ഷേ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് പകരം ഇന്ദിരാഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് പാർലമെൻറ്റ് പിരിച്ചു വിട്ടിട്ട് വീണ്ടും ഇലക്ഷൻ അഭിമുഖീകരിക്കണമായിരുന്നു. ഇലക്ഷൻ അഭിമുഖീകരിച്ചിരുന്നെങ്കിൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള ഈ ചീത്തപ്പേരിൽ നിന്ന് കോൺഗ്രസ്സിന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. അത് വലിയ നിർഭാഗ്യമായി. അതുകൊണ്ട് എന്തുണ്ടായി തന്നെ കോൺഗ്രസ് ക്ഷീണിച്ചു. പിന്നെ കൂടെ നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ പറഞ്ഞ ആ ലൈൻ പിന്നെയും തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ മൊഹിത്സനൊക്കെ ഇപ്പോൾ ചന്ദ്രപ്പനൊക്കെ പറഞ്ഞത് ഈ ലൈൻ എൻ്റെ ഫാദർ പോലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിൽ വലിയ സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ രാഷ്ട്രീയം അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് ബട്ടിൻ്റെയിൽ 1978 നയം മാറ്റുകയും CPM-നൊപ്പം ചേരാൻ വേണ്ടി പിന്നെ തയ്യാറാവുകയും ചെയ്തു. അതോടുകൂടി ഈ പറയുന്ന ദേശീയ വീക്ഷണത്തോടു കൂടിയുള്ള ഇടത് രാഷ്ട്രീയവും ദുർബലപ്പെട്ടു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ദുർബലപ്പെട്ടു. അല്ല, ഈ ഇടത് രാഷ്ട്രീയം ദുർബലപ്പെട്ടു നമ്മളിപ്പം പറഞ്ഞു. അതെ. പക്ഷെ അതിനകത്ത് കൂടുതൽ തിരിച്ചടി ഉണ്ടായത് CPI-ക്കാണല്ലോ. സത്യത്തിൽ കൂടുതൽ വളരേണ്ടിയിരുന്നത് CPI ആണ്. CPI-യിൽ നിന്ന് ഒരു വിഭാഗം സ്പ്ലിറ്റ് ചെയ്ത് പോവുക ചെയ്തത്. പക്ഷെ അവര് ശക്തമായിട്ട് ഇപ്പൊ ദേശീയ തലത്തിൽ പോലും ഇപ്പൊ CPIM-ന്റെ ജനറൽ സെക്രട്ടറിയുടെ ശബ്ദത്തിനുള്ള വില CPI-യുടെ ജനറൽ സെക്രട്ടറിക്ക് ഇല്ല. കേരളത്തിൽ മാത്രമല്ല, പുറത്തായാലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. അതെ, അതിപ്പോ ഈ 78 ബട്ടിൻ്റ പിന്നെ കോൺഗ്രസിനോട് കൂടിയിട്ട് നയം മാറി ഏതാണ്ട് CPM-ന്റെ അതേ നയം അംഗീകരിച്ചു എന്നുള്ളതാണ്. ഫലത്തിൽ CPI-യുടെ നയമായ ദേശീയ ജനാധിപത്യ വിപ്ലവം എന്നുള്ള ആ നയം പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് CPI ചെയ്തത്. എന്നിട്ട് മറ്റൊരു പാർട്ടിയുടെ നയത്തിൻ്റെ, ഇത് ചന്ദ്രപ്പൻ എന്നോട് ചോദിച്ചത്, നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയുടെ രാഷ്ട്രീയ ലൈനിന് പിറകെ പോയാൽ, ആ പാർട്ടി ലൈനിനും ആ പാർട്ടിക്കും പിറകെ പോയാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള സിമ്പിൾ ചോദ്യം. CPI-യിൽ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് ശക്തരായ സംസ്ഥാന സെക്രട്ടറിമാരായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആൾക്കാരാണ് വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഒക്കെ. ഇവരൊക്കെ യുവ നേതാക്കന്മാരായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിച്ചത്. അതെ, പാർട്ടിക്ക് പുറത്തല്ല. അത് 78 പിന്നെ എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിനെ, ഒരുതരം ഭ്രാന്തിളകിയ മാതിരിയായിരുന്നു അവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം. അതായത് ഉടനെ കോൺഗ്രസിനെ വിടുക, അല്ലെങ്കിൽ ഇത് തകർന്നടിഞ്ഞു പോകും. വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ കൂടെ തുടരണമെന്ന് ഡാങ്കയും പിന്നെ CK ചന്ദ്രപ്പനും ഇപ്പോൾ എൻ്റെ അച്ഛനടക്കമുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു. 80-ൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ പാർലമെൻറ്റിൽ ഒരു 10-30 സീറ്റോട് കൂടി അന്ന് 100 സീറ്റാണ് അത്രേ CPI-ക്ക് വാഗ്ദാനം ചെയ്തത്. അതുമാത്രമല്ല, സോവിയറ്റ് പാർട്ടി പോലും CPI-യോട് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു, നിന്നില്ല. പാർലമെന്റിൽ അവസാനം 7 സീറ്റിലേക്ക് ചുരുങ്ങി. അല്ല, പിന്നെ ആരാതിൽ തീരുമാനിച്ചത്? CPI-യിലെ അത് പ്രമുഖ നേതാക്കന്മാരെല്ലാം ഇങ്ങനെ നിൽക്കണം എന്നുള്ള അഭിപ്രായത്തിലായിരുന്നു. ഇല്ല, പ്രമുഖരിൽ ഭൂരിപക്ഷവും ഇല്ല. ഇപ്പൊ ഡാങ്കെ ഉണ്ട്, മൊഹിത്സൻ ഉണ്ട്, CK ചന്ദ്രപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെജോറിറ്റി വേണ്ടേ? മെജോറിറ്റി ഭ്രാന്തം കൊണ്ട് നടക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും CPI-ആയിട്ട് ലയിക്കണം എന്നാണ്. ഉടനെ തന്നെ ലയിച്ച് ഒറ്റ പാർട്ടിയാണെന്നൊക്കെയുള്ള ആവേശമാണ്. അത് വാസ്തവത്തിൽ CPM-ന് അങ്ങനത്തെ ഒരു അജണ്ട ഒരു കാലത്തുമില്ല, അന്നുമില്ല ഇന്നുമില്ല. അല്ല, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് അല്ലേ അത്? CPI-ക്ക് അകത്ത് തന്നെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയുണ്ടല്ലോ. ഐഡിയോളജിക്കൽ ഡിഫറൻസ് ആണ്. അത്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഈ നാശത്തിലേക്കുള്ള വഴി വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ CPI അവിടെ വാസ്തവത്തിൽ CPI-ക്ക് സംഭവിച്ചത് CPI-യുടെ ഐഡൻറ്റിറ്റി സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. CPI-യുടെ ഐഡൻറ്റിറ്റി CPM-ന് മുന്നിൽ സറണ്ടർ ചെയ്തു. അത് മൊഹിത്സൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ രസകരമായി ചോദിക്കുന്നുണ്ട്. മൊഹിത്സൻ പറയുന്നുണ്ട്, ദർ ക്യാൻ ബി 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാവാം. ബട്ട് ദർ ക്യാൻ ബി നോ 2 CPMs. 2 CPM ഉണ്ടാവാൻ പറ്റില്ല. ഇത് 2 CPM എന്തിനാണ്? അതുകൊണ്ട് ഇല്ലതിൽ നല്ല CPM ഏതാണ്? CPM ഒറിജിനൽ CPM ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാന്ന് ആൾക്കാർ ധരിക്കും, ഇതിൻ്റെ വളർച്ച മുരടിക്കും. അത് വളരെ സ്വാഭാവികമാണ്. അതായത് ഇപ്പം നമ്മൾ CPM CPI എന്നുള്ള 2 പാർട്ടികളായിട്ട് തുടരുമ്പോഴും CPI-യുടെ ശബ്ദം തീരെ കേൾക്കാതായി പോകുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നതുപോലെ ഒറ്റ വ്യക്തിയെ വെച്ചിട്ടാണ് പ്രചരണം. പിണറായി വിജയൻ ക്യാപ്റ്റൻ എന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. ഒറ്റ പാർട്ടിയെ ചുറ്റിപ്പറ്റിയാണ് സംസാരം. അത് CPM ആണ്. CPI ചിത്രത്തിലേ ഇല്ല. ഇത് CPI-യുടെ നേതാക്കന്മാർ, നമുക്കിപ്പം മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആയാലും ഇപ്പോഴത്തെ ബിനോയ് വിശ്വമായാലും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ കുറെ പേര് ഇപ്പോഴും CPI-യിലുണ്ട്, ഈ രാഷ്ട്രീയമൊക്കെ അറിയുന്നവർ. ഇവരൊക്കെ ഉണ്ടായിട്ടും ഇത് മാറ്റം വരുത്താൻ എന്താ ഒരു ശ്രമം ഉണ്ടാവാത്തത്? അതെ, അതിനൊരു ഉത്തരം പറയാൻ പറ്റിയ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അതായത് പിന്നെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ഒന്ന്. മറ്റൊന്ന് തൻ്റേതാണ്. ഇപ്പോൾ CK ചന്ദ്രപ്പനെ പോലത്തെ ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രപ്പൻ ആ തൻ്റെ ഉണ്ടായിരുന്നു. ചന്ദ്രപ്പനെ എന്താണ് മുമ്പോട്ട് പോകാനുള്ള വഴി എന്നുള്ളതിനെക്കുറിച്ച്
നല്ല വ്യക്തതയുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട്. ഈ ടി പി ചന്ദ്രശേഖരൻ വധുവില്ലേ, ചന്ദ്രപ്പൻ മരിച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് സി കെ ചന്ദ്രപ്പൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അതുപോലുള്ളൊരു കൃത്യം ചെയ്യാൻ പോലും ഇവർ രണ്ടു വട്ടം ആലോചിക്കുമായിരുന്നു. കാരണം ചന്ദ്രപ്പൻ അതിനോട് നടത്തുമായിരുന്ന പ്രതികരണം ചെറുതായിരിക്കില്ല. അത് ആരോടായാലും, അതിന് പിണറായി വിജയനോടായാലും ആരോടായാലും പറയേണ്ടത് കൃത്യമായി പറയാനുള്ള തൻ്റെ ഇടമുള്ള ആളാണ് ചന്ദ്രപ്പൻ. അദ്ദേഹത്തിന് ഇത് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഘട്ടം, ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിലോ പിന്നെ പഞ്ചാബിലല്ലേ നടന്നത്, ആ പാർട്ടി കോൺഗ്രസ്സിൽ ഒരു തിരുത്തൽ വരുത്തണമെന്ന് വാദിക്കാൻ ചന്ദ്രപ്പനെ പോലത്തെ ഒരാളുണ്ടാവുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ കഴിവും ആർജവും ഒക്കെയുള്ള ഒരു നേതാവാണ്. അതില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ട് ആ തുടർച്ച നഷ്ടപ്പെട്ടു പോകുന്നു? ഇപ്പം സി കെ ചന്ദ്രപ്പന്റെ നമുക്കറിയാം ഒരു ആകസ്മിക നിര്യാണമാണ് അദ്ദേഹത്തിന്റെ. എന്നാൽ പോലും അദ്ദേഹം ഏറെ കാലം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നതാണ്. വിളിയം ഭാർഗവൻ ഏറെ കാലം CPI പ്രവർത്തിച്ചു. അപ്പൊ അടുത്ത നിരയെ വാർത്തെടുക്കുക എന്നുള്ളതും കൂടെ ഇത്തരം ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാരുടെ ഒരു ചുമതലയോ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ദൗത്യമോ ഒക്കെ അല്ലേ? അതെ, അതിപ്പോൾ ചന്ദ്രപ്പൻ ഒരു ടേം പോലും കിട്ടാത്ത ആളാണ്. അതിനുമുമ്പ് അദ്ദേഹം മരിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ രോഗം ബാധിച്ചു, അദ്ദേഹം മരിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ചന്ദ്രപ്പൻ്റെ ശിഷ്യനായി നമ്മൾ വരുന്നു വിചാരിച്ചത് കാനൻ രാജേന്ദ്രനാണ്. പക്ഷെ കാനൻ രാജേന്ദ്രൻ ആദ്യമൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചെങ്കിലും അവസാന കാലത്ത് വളരെയധികം നിരാശപ്പെടുത്തി. ഇപ്പോഴത്തെ ബിനോയ് വിശ്വത്തിനെ കുറിച്ചിട്ട് എന്താ പറയേണ്ടത്, എൻ്റെ നല്ല സുഹൃത്താണ്. പക്ഷേ വളരെ നിരാശാജനകമാണ് ബിനോയിയുടെ. ആകെ ഇപ്പോൾ ആ PM ശ്രീയിൽ മാത്രം ഒരു നിലപാടെടുത്തു എന്നുള്ളതല്ലാതെ മറ്റ് കാര്യങ്ങളിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു തൻ്റെ ഇടമോ ഒരു ആശയ വ്യക്തതയോ ഒന്നും കാണിക്കുന്നില്ല. അല്ല, ഈ PM ശ്രീയൊക്കെ ഒരു കേന്ദ്ര പ്രൊജക്ട് അതിലെടുത്ത നിലപാടാണ്. അതെ, അത് സർക്കാരിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു സാഹചര്യം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പം 2 CPM എന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു CPM ഒരു CPI എന്ന് എങ്ങനെ വിളിച്ചാലും ഇപ്പോൾ ഉള്ളത് ആശയ ദാരിദ്ര്യം നല്ലതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ആ വാക്വം ഫില്ല് ചെയ്യാനും CPIക്ക് പറ്റുന്നില്ല. CPIM-ന് ബൗദ്ധികമായിട്ട് വലിയ ചോർച്ച സംഭവിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെയും രംഗപ്രവേശം ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത CPIക്കാണ്. അതെ, CPI അതിനേക്കാളും ദുർബലമായ. അതെ, അത് CPI ദുർബലമാവുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദുർബലമാവുന്നത് പാർട്ടി ഉപേക്ഷിച്ച ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. അതായത് ദേശീയ ജനാധിപത്യ വിപ്ലവം എന്നുള്ള പാർട്ടി ബട്ടിൻ്റെയിൽ 1978 ബട്ടിൻ്റെയിൽ ഉപേക്ഷിച്ച ആ ലൈനിന് ഇന്നും വളരെയധികം പ്രസക്തിയുണ്ട്. ആ ഉപേക്ഷിച്ച ലൈൻ വീണ്ടെടുക്കണം. അത് വീണ്ടെടുത്തു കഴിഞ്ഞാൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വിപുലമായ ഐക്യമാണ് വർഗീയ ഫാസിസത്തിനും സാമ്രാജ്യത്വ ഭീഷണിക്കുമെതിരെ എന്നുള്ള പഴയ ലൈൻ. അത് വന്നാൽ CPM അതിൽ നിന്ന് പുറത്താണ്. ഇപ്പോൾ CPM പുറത്ത് പോകണമെന്നല്ല ഞാൻ പറയുന്നത്, CPM-ഉം അതിൻ്റെ കൂടെ നിൽക്കണം. പക്ഷേ ഈ പറയുന്ന ഒരു കോർ പൊളിറ്റിക്സ് അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു വലിയ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് വരാൻ CPIക്ക് കഴിഞ്ഞാൽ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ സെക്കുലർ മതേതര സംഘടനകളുമായി ചേർന്നുകൊണ്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അത് പുതിയൊരു വഴി തുറന്നിടലാണ്. അതിനുള്ള തൻ്റെ ഇടം കാണിക്കാത്തിടത്തോളം നിങ്ങൾ പറഞ്ഞ പോലെ ഏത് രംഗത്തായാലും ഇത് ക്ഷീണിച്ചുകൊണ്ട് വരും. ഇപ്പോൾ വെറും ഇതിനെ കാണുന്നത് എന്താണ്? CPM-ൻ്റെ ഒരു അനുബന്ധമായിട്ടാണ് കാണുന്നത്. ഒരു വ്യക്തിത്വമില്ലാത്ത പാർട്ടിയായിട്ട് CPI മാറിക്കഴിഞ്ഞു. എത്രയോ ദശാബ്ദങ്ങളായിട്ട്, കുറച്ചു കാലമല്ല, ആ ദശാബ്ദങ്ങളായിട്ട് ആ കീഴടങ്ങലിൻ്റെ ഒരു അന്തിമ ഫലമാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥ. അതാണ് ചന്ദ്രപ്പൻ പറഞ്ഞത്, CPM എനിവേ CPM ഈസ് ഗോയിങ് ടു സിങ്ക്. അപ്പോൾ CPIക്ക് എന്താണ് ഇതിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ സംഭവിക്കുക? CPI ഓൾസോ ഹാസ് ടു സിങ്ക് അലോങ് വിത്ത് ഇറ്റ്. അല്ല, അത് തന്നെയാണ് ശരിക്കും സാഹചര്യം. അതായത് ഇപ്പോൾ CPIക്ക് അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഭാരതീയമായ വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇന്ത്യൻ സാംസ്കാരികതയെ ഉൾക്കൊള്ളണം എന്ന് പല കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് വിജയിച്ചിട്ടില്ല. അപ്പോൾ ആ വിജയിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യം ഏകദേശം ഒരു ടോട്ടൽ 0-ൽ കിടക്കുക, 0-ൽ കിടക്കുകയാണ്. പലപ്പോഴും ഇപ്പോൾ ഈ ഇന്ത്യൻ എന്താ പറയുക ഉത്സവങ്ങളെയോ ആഘോഷങ്ങളെയോ ഒക്കെ ഇടതുപക്ഷം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ശരിക്ക് ഒരു കോമാളിത്തമായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതിപ്പോൾ കണ്ണൂര് കണ്ടതുപോലെ. അതെ, അപ്പൊ അതിന്റെ ഒരു കൃഷ്ണ ജയന്തിക്ക് അതാണ് പറഞ്ഞത്, കൃഷ്ണന്റെ വേഷം കെട്ടി കിടക്കുന്നത്. അതെ, അപ്പൊ അത് ശരിക്കും ഇതിന്റെ ഒരു അടിത്തറ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇനി ഇതിപ്പോ തിരിച്ചു പിടിക്കാനുള്ളത് ഒരു വളരെയധികം സമയം എടുക്കുന്ന. അതെ, അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി പ്രോസസ്. അതത്ര. പക്ഷേ എന്താണ് ഭാവി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത് എൻ്റെ വീക്ഷണത്തിൽ വളരെ സ്കെയറി സിറ്റുവേഷനാണ്.
വളരെ ഭീതിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെയാണ് രാജ്യം കാണുന്നത്. ഇത് ഒരു തരത്തിൽ പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉയർത്തിയ ഭീഷണിയേക്കാൾ വലിയ ഭീഷണിയാണ് ഇന്ന് വർഗീയ ഫാസിസം ഉയർത്തുന്ന ഭീഷണി. അപ്പോൾ അതിനെ നേരിടണമെങ്കിൽ ഒരു ലോങ് ടേം പ്ലാൻ ഇല്ലാണ്ട് കഴിയില്ല. അതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതുമല്ല. അടുത്ത തലമുറക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ശരിയായിട്ടുള്ളൊരു നീക്കം നടത്തണ്ടേ? ജീവിച്ചിരിക്കുന്നവരുടെ കടമ അതാണല്ലോ. അപ്പോൾ അതാണെങ്കിൽ കോൺഗ്രസുമായിട്ട് ദേശീയ തലത്തിൽ, കോൺഗ്രസ് മാത്രമല്ല, ആരൊക്കെയാണ് അവശേഷിക്കുന്നത്, കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് പിരിഞ്ഞു പോയിട്ടുള്ള NCP ആകട്ടെ, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടി ആവട്ടെ, തൃണമൂൽ കോൺഗ്രസ് ഏത് പാർട്ടി ആയാലും, ഈ ജനാധിപത്യ മതേതര പാർട്ടികളുടെയൊക്കെ കൂട്ടായ്മ, അതിനോട് ചേരുന്ന ഒരു ഇടതുപക്ഷ പാർട്ടി, എന്നിട്ട് ബഹുജന പ്രക്ഷോഭം നയിച്ചാൽ അതിൽ കൂടിയിട്ടാണ് ഒരു ബഹുജന അടിത്തറ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിപുലീകരിക്കാൻ കഴിയുക. ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ആവശ്യമാണ് ഒരു സമൂഹത്തിൽ. എനിക്ക് തോന്നുന്നത് ഒരു ഈ മതങ്ങളെ ഗൗരവമായിട്ട് കാണാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്ത് ഇടതുപക്ഷ ചിന്തയുള്ളവർ ചെയ്യുമ്പോൾ ടോട്ടലി ഇഗ്നോർ ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ആഗോളതലത്തിലുള്ള ഈ മതങ്ങളുടെ ഒരു സാന്നിധ്യം. ഞാൻ ഇതിനെ നല്ലൊരു എനിക്ക് ചോദ്യം പൂർത്തിയാക്കാം. അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കിപ്പം ആഗോളതലത്തിൽ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഉണ്ട്. ഈ രണ്ട് മതങ്ങളും സെമിറ്റിക് മതങ്ങളും ശ്രമിക്കുന്നത് പറ്റാവുന്നിടത്തെല്ലാം അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ. അത് ഇന്ത്യയിലും കാണുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഹിന്ദു മതവിശ്വാസികൾ അത് മറ്റു രാജ്യങ്ങളിലൊക്കെ താരതമ്യേന കുറവാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്നും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് തങ്ങൾക്ക് അർഹമായ സ്ഥാനം രാജ്യത്ത് നഷ്ടപ്പെടുന്നു, അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ രീതിയിൽ ചേർന്ന് നിന്നാലേ പറ്റുകയുള്ളൂ എന്ന് പറയുകയും ചെയ്ത സാഹചര്യം. ഇപ്പോൾ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയമാകാം, ഭൂരിപക്ഷ രാഷ്ട്രീയം പാടില്ല എന്നൊരവസ്ഥയും അതിൽ നിന്ന് നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷക്കാർ പോലും സംസാരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞ ഇതില്ലേ, ഇന്ത്യയിലൊരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിലുള്ള അരക്ഷിതാവസ്ഥ അത് കൃത്രിമമായി സൃഷ്ടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 80% വരുന്ന ഹിന്ദു ഇതിൽ അതിൻ്റെ മെയിൻ പ്രോബ്ലം, ആ സമൂഹത്തിൻ്റെ പ്രോബ്ലം എന്തെന്ന് വെച്ചെങ്കിൽ ഇൻറ്റേർണലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ജാതി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള ഇൻറ്റേർണലായിട്ടുള്ള പ്രശ്നങ്ങളാണ്, വൈരുദ്ധ്യങ്ങളാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. പക്ഷെ അതിനെ നേരിടുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ശബരിമല ഇഷ്യൂ ഞാൻ പറയാം. ആ സുപ്രീം കോടതി വിധി വന്നു. വിധി വന്ന ഉടനെ ഇവിടുത്തെ ഭരണകൂടം എന്താ ചെയ്തത്? സ്ത്രീകളെ വേഗം കയറ്റിയുടെ വിപ്ലവം സൃഷ്ടിക്കുക. യാതൊരു ആത്മാർത്ഥതയും അതിൻ്റെ പിന്നിലില്ല എന്നുള്ളതാണ്. കാരണം അവരുദ്ദേശിച്ചത് പുരുഷ സമത്വം അവിടെ കൃത്രിമമായി പ്രഖ്യാപിക്കലാണത്. പ്രഖ്യാപിച്ച് അവിടെ സ്ത്രീ ജനങ്ങളെ കയറ്റിക്കഴിഞ്ഞെങ്കിൽ കേരളത്തിലത്തെ സ്ത്രീകൾ ഒന്നടങ്കം CPM വോട്ട് ചെയ്യുന്നതാണ് അവർ ധരിച്ചത്. അന്ന് ഞാൻ ഉത്തരവാദപ്പെട്ട CPI നേതാക്കളോട് പറഞ്ഞു, അബദ്ധമാണ് ഈ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അബദ്ധം? അവിടെ സ്ത്രീ പ്രവേശനത്തിന്, വാസ്തവത്തിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വിലക്കുണ്ടോ? സ്ട്രിക്ട്ലി സ്പീക്കിംഗ് നിങ്ങൾ പറ, സ്ത്രീ പ്രവേശനത്തിന് വിലക്കുണ്ടോ ശബരിമലയിൽ? ഇല്ല. അവിടെ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും കയറാം. എന്തുകൊണ്ടാണ്? ശാസ്താവ് ഒരു നിത്യബ്രഹ്മചാരി എന്നുള്ളത് സങ്കല്പമാണ്. അപ്പോൾ അവിടെ സ്ത്രീ പ്രവേശനം നിഷിദ്ധമല്ല. അവിടെ നിയന്ത്രണം. ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ളത് ആചാരമാണ്. ആചാരങ്ങളിൽ 99% ദുരാചാരമാണ്. ആണോ? ആചാരങ്ങളിൽ 99% ദുരാചാരം എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് എല്ലാം. അപ്പോൾ എന്തിനാച്ചപ്പോൾ മഹാത്മാഗാന്ധി സനാതന ഹിന്ദു ആണെന്ന് പറയുന്ന മഹാത്മാഗാന്ധി അമ്പലങ്ങളിൽ പോകാറില്ല. മനസ്സിലായോ? അപ്പോൾ അത് ഒരു കാഴ്ചപ്പാടാണത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് മുഴുവൻ ഒരു നിരീശ്വരവാദിയുടെ അല്ലെങ്കിൽ ഒരു റാഷണലിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി നോക്കിയാൽ ഇതൊക്കെ അനാചാരങ്ങളാണ്. അപ്പോൾ എല്ലാ ആചാരങ്ങളും അനാചാരങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്ന സമയത്ത് അത് ഒറ്റയടിക്ക് അങ്ങ് മാറ്റാൻ വേണ്ടി നമ്മൾക്ക് കഴിയില്ല. അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. വളരെ ഗ്രാജുവലായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണത്. ആ പ്രശ്നത്തിനെയാണ് വെറും വോട്ട് കിട്ടി ഇവിടെ അധികാരം ഉറപ്പിക്കാം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കളിച്ച വിഡിത്താണ് ശബരിമല ഇഷ്യൂ. ഇന്നും ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും CPM-നും ഇടതുപക്ഷത്തിനും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത് ഇതേ ശബരിമല ഇഷ്യൂ ആണ്. വാസ്തവത്തിൽ അവിടുന്നാണ് അത് തുടങ്ങുന്നത്. അല്ല, എന്റെ ചോദ്യം ഇതായിരുന്നു, വർഗീയത അല്ലാതെ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത പറ്റും, ഭൂരിപക്ഷ വർഗീയത പറ്റില്ല എന്നൊക്കെയുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പല നിലപാടുകൾ എടുക്കാൻ അത് ശരിയല്ലല്ലോ. വർഗീയതയെ എതിർക്കുന്ന സമയത്ത്
പിന്നെ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരുപോലെ എതിർക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് RSSൻ്റെ ഹിന്ദു രാഷ്ട്രവാദവും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രവാദവും ഒരുപോലെ വിപത്താണ്. അതിനെ ആരും ഡയല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഡയല്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കാനും പാടില്ല. പക്ഷേ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ 10-40 കൊല്ലമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് നല്ല ധാരണയിലായിരുന്നു CPM. ഇപ്പോൾ അതേ ആൾക്കാരാണ് ആക്ഷേപിക്കുന്നത് UDF അവരെയും കൊണ്ട് നടക്കുന്നു എന്നുള്ളത്. അതിനർത്ഥമുള്ളത് ഞാൻ ചോദിക്കുന്ന ആ സാഹചര്യത്തിൽ അതെ, ആ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് എന്താ അറിയോ? കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നിച്ച് നിൽക്കുന്നൊരു സമൂഹമാണ്, ഒരു രാഷ്ട്രീയമാണ്. അവർ തമ്മിൽ നല്ല ആശയപരമായിട്ടുള്ള ഒരു ധാരണയും ഉണ്ടാകും. ഒരു തരത്തിലും നമ്മൾ വർഗീയ പാർട്ടികളുമായിട്ട് സന്ധി ചെയ്യില്ല. ഇന്ത്യയെ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് രാഷ്ട്രമായിട്ട് പരിവർത്തനപ്പെടുത്തലാണ് നമ്മളുടെ കടമ. അതിനു വേണ്ടിയിട്ടുള്ളൊരു കോമൺ അജണ്ട ഉണ്ടാക്കണം. അല്ല, അതിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കോൺഗ്രസിന് പണ്ടുണ്ടായിരുന്ന ഒരു സ്ഥാനമാണോ പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളത് എന്നുള്ളൊരു സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം, പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലില്ലാതായിട്ട് എത്രയോ വർഷങ്ങളായി. ദുർബലമായ ഏകദേശം ഇടതുപക്ഷത്തിന്റെ സ്ഥിതി തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ അത്രയും വർഷമില്ല എന്നുള്ളതേ ഉള്ളൂ. 10 വർഷമോ 15 വർഷമായിട്ട് പല സ്ഥലത്തും അധികാരത്തിലില്ല, കേന്ദ്രത്തിലില്ല, നേതാക്കന്മാരില്ല. പിന്നെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് സ്ഥായിയായിട്ട് നിലപാടുമില്ല. പല കാര്യങ്ങളും ഒരു ദിവസം ഒരു പ്രസ്താവന നടത്തും, പിന്നെ അതിന് ഫോളോ അപ്പ് പോലും ഇല്ല. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സംവിധാനമായിട്ട് കോൺഗ്രസ് മാറി. ഇപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടുംബ രാഷ്ട്രീയം എന്നതിലേക്ക് ചുരുങ്ങി. അപ്പൊ ഇനിയിപ്പോ കോൺഗ്രസ് ഒരു പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നതും അതോടൊപ്പം ചേർന്ന് നിന്നിട്ട് CPI ഒരു മെച്ചപ്പെട്ട ഇന്ത്യ സൃഷ്ടിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു പ്രായോഗികമായ സ്വപ്നമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതില് പിന്നെ രാഹുൽ ഗാന്ധിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരും നാളുകളിൽ, അത് കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിലുള്ള മാറ്റം പ്രകടമാണ്. അതിൽ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ആ ഭാരത് ജോഡോ യാത്ര നടത്തിയത്. അത് ചെറിയ സംഗതിയല്ല. അത് വാസ്തവത്തിൽ ആ ഒരു ഇനീഷ്യേറ്റീവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും കോൺഗ്രസിൻ്റെ ഭാഗത്തും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 100 സീറ്റ് നേടി കോൺഗ്രസ് ഈ പാർലമെൻറ്റിൽ 2024 ഇലക്ഷനിൽ കോൺഗ്രസ് പാർലമെൻറ്റിൽ സ്ഥാനം ഉറപ്പിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം വരുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ട് രാഹുൽ ഗാന്ധി തള്ളേണ്ട ഒരു നേതാവേ അല്ല. എനിക്ക് ഏതാണ്ട് തോന്നുന്നത് രാഹുൽ ഗാന്ധിക്ക് സൗത്ത് ഇന്ത്യയിൽ നല്ല ആക്സെപ്റ്റൻസ് ഉണ്ട്. സൗത്തിലാണ് അദ്ദേഹത്തിന് നോർത്തിലുള്ളതിനേക്കാൾ ആക്സെപ്റ്റൻസ്. നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഇതിനിടയ്ക്ക് ഡൽഹി പോയ സമയത്ത് എന്നോടൊരു സീനിയർ പത്രപ്രവർത്തകൻ സംസാരിക്കുന്ന സമയത്ത് ഇഷാൻ ജോഷി, PC ജോഷിയുടെ ഗ്രാൻഡ് ആണ്, ഇഷാൻ ജോഷി പറഞ്ഞത് കോൺഗ്രസ് ചെയ്യേണ്ടത് സൗത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും വടക്കേ ഇന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിയും ആണ് ജനസ്വാധീനം ഉണ്ടാക്കാൻ നല്ലത് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കുടുംബാധിപത്യത്തിൻ്റെ പ്രശ്നം വരുന്നത് എവിടെയാണ്? കുടുംബാധിപത്യം ഇപ്പോൾ ഇല്ലാത്തൊരു സ്ഥലം പറ. കേരളത്തിലെ CPMകാരുടെ തമാശ നിങ്ങൾക്കറിയോ? കഴിഞ്ഞ 5 വർഷമായിട്ട് കുടുംബാധിപത്യം എന്ന് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നില്ല അവർ. എന്തുകൊണ്ടാണ് ആക്ഷേപിക്കാത്തത്? 5 വർഷമായിട്ട് കോൺഗ്രസിനെതിരെ AK ബാലനെ പോലത്തെ ആളോട് ചോദിച്ചാൽ കുടുംബാധിപത്യം എന്നാണല്ലോ ആദ്യം പറയുക. MA ബേബി മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ അങ്ങ് ബ്രാഞ്ച് സെക്രട്ടറി വരെ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം എന്നാണ് പറയുക. 5 വർഷമായിട്ട് കുടുംബാധിപത്യം എന്നുള്ള വാക്ക് ഏതെങ്കിലും CPM നേതാവിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടത്? വളരെ ഒബ്വിയസ് അല്ലേ? അപ്പോൾ ആ പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്തൊരു പ്രതിസന്ധി, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് ഞങ്ങൾ ലെഫ്റ്റാന്നാ, ഞങ്ങളാണ് ശരിയായ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ലെഫ്റ്റാണ്, അതൊരു ലെഫ്റ്റ് സ്റ്റാൻഡാണ്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനത്താണ് ഞങ്ങളെന്നാണ് സതീശൻ അവകാശപ്പെടുമെങ്കിലും ചെയ്യേണ്ട ഒരു കോൺഗ്രസ് നേതാവ്. അത് നേരത്തെ അങ്ങനെ തന്നെയാണ്. നേരത്തെ AK ആന്റണിക്ക് ഏതാണ്ട് ആ ഒരു നിലപാടാണ്. കോൺഗ്രസിൽ പല നേതാക്കന്മാർ ആ നിലപാട് എടുക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ആ സ്ഥാനത്തേക്ക് ഇതിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞ കുടുംബാധിപത്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധ്യത കോൺഗ്രസിനാണ്. കേരളത്തിൽ അതൊക്കെ എതിർക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട് അതിനകത്ത്. 1. 2, ഈ പറഞ്ഞ ഈ നെഹ്റുവിയൻ സോഷ്യലിസം നമ്മൾ പറയുന്നു. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്, ആ കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുള്ള എന്ത് കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ്, ഈ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിനെ പറ്റി അങ്ങനെ എന്താണ് ആശയപരമായിട്ട് എന്താ കോൺഗ്രസ് മുന്നോട്ട് വെക്കാനുള്ളത്? അപ്പോൾ എങ്ങനെയാണ് അതുമായിട്ട് CPI ചേരുക? അല്ലെങ്കിൽ എന്ത് സാധ്യതയാണ് അതിനകത്തുള്ളത്? എങ്ങനെയാണ് ജനങ്ങളെ ഇത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി? അത് ഇതല്ലാതെ മറ്റെന്ത് സാധ്യതയുള്ളത് മുമ്പിൽ?
CPM ഐക്യം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ വളർത്തലോ. CPIക്ക് മുമ്പിലുള്ള CPIക്ക് മാത്രമല്ല, CPIക്കും CPMനും ഉൾപ്പെടെയുള്ള എല്ലാ ഇടതുപക്ഷ പാർട്ടികളുടെയും കൂട്ടായ്മ ഉണ്ടാക്കിയെന്ന് വെച്ചോ. ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി, ലെഫ്റ്റ് കോൺഫെഡറേഷൻ. ഈ കോൺഫെഡറേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനങ്ങളുമായിട്ട് യോജിച്ചല്ലാതെ ഒരടി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ വീക്ക്നെസ് ഒക്കെ, ഇൻസ്പൈറ്റ് ഓഫ് ഓൾ വീക്ക്നെസ്സസ് ഓഫ് ദി കോൺഗ്രസ്, ഇത് മാത്രമാണ് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ആസ് ഇറ്റ് ഈസ് ഉള്ളത്. ഇപ്പോൾ ഈ മുസ്ലിം പൊളിറ്റിക്സ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്, പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അപ്പോൾ കേരളത്തിലെ മുന്നണി സംവിധാനം ആലോചിച്ചാൽ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് ഉണ്ട് UDFൽ, മറുഭാഗത്ത് LDFലാണെങ്കിൽ INL ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം വെൽഫെയർ പാർട്ടി ഇപ്പോൾ UDFന് പിന്തുണ കൊടുക്കാൻ പോകുന്നു, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ പ്രഖ്യാപിച്ചു, അറിയിച്ചു എന്ന് പറയുന്നു. ഇനി SDPI എന്ന് പറഞ്ഞ് വേറൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പാർട്ടികളിലായിട്ട് മുസ്ലിങ്ങൾ വിഘടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ജാതി രാഷ്ട്രീയമാണ് ഹിന്ദുത്വത്തിലെ ഒരു പ്രശ്നം എന്നുള്ളത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഈ ജാതീയമായ വേർതിരിവ് ഇപ്പം നമ്മളിപ്പം മുസ്ലിങ്ങളിലായാലും ഉണ്ട്, ക്രിസ്ത്യാനികളിലായാലും ഉണ്ട്, ഹിന്ദുക്കളിലും ഉണ്ട്. അപ്പോൾ ഇത് ഇസ്ലാം പൊളിറ്റിക്സ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രണ്ട് മുന്നണികളിലും ഇതുണ്ട് താനും. അപ്പൊ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ട് കാര്യത്തിൽ നിലപാടെടുക്കുന്നത്. ഒന്ന്, നമുക്ക് വർഗീയതക്കെതിരെ നിലകൊള്ളണം നമ്മൾ പറയുന്നു, വർഗീയ കക്ഷി എന്ന് പറഞ്ഞ് നമ്മൾ BJPയെ എതിർക്കുകയും ചെയ്യുന്നു. ഇതൊരു വൈരുദ്ധ്യമല്ലേ? ഇതില് എനിക്കൊന്നു തോന്നുന്നു ന്യൂനപക്ഷ അവകാശം, സംഘടിക്കാനുള്ള അവകാശം അടക്കം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ലീഗ്, മുസ്ലിം ലീഗ്. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ SDPI ആയിട്ടോ വെൽഫെയർ പാർട്ടി ആയിട്ടോ കമ്പയർ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, ബാബറി മസ്ജിദ് പൊളിഞ്ഞ ഘട്ടത്തിൽ അന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ് എടുത്ത സ്റ്റാൻഡ് വളരെ മാതൃകാപരമായിരുന്നു. അത് വാസ്തവത്തിൽ അതൊന്ന് വലിയ രീതിയിൽ അത് ഫ്ലെയറപ്പ് ആവാതെ നോക്കുന്നതിൽ വലിയൊരു സംഭാവന ചെയ്ത പാർട്ടിയാണ്. പിന്നെ മുസ്ലിം ലീഗ് ഇന്നിപ്പോൾ 70s അച്യുതമേനോൻ, CPI, കോൺഗ്രസ് ഭരണകൂടം ഉണ്ടാകുമ്പോൾ, അച്യുതമേനോൻ നയിച്ച ഭരണകൂടം ഉണ്ടാകുമ്പോൾ അതിൽ പാർട്ട്ണറായിരുന്നു ലീഗ്. ഇപ്പോൾ ലീഗിനെ കിട്ടാൻ വേണ്ടിയിട്ട് CPM പഠിച്ച പണി 18 നോക്കിയതാണ്. അത് പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ലീഗ് മോശം വർഗീയ കക്ഷി മോശമൊക്കെ ആയത്. അപ്പോൾ ലീഗിന് അതിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 10-30% വരുന്ന സമൂഹമാണ് മുസ്ലിങ്ങൾ കേരളത്തിൽ. അപ്പോൾ ആ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ ലീഗിൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ അത് വർഗീയ സംഘടനകൾ അതിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുന്നതാണ്. ഇടതുപക്ഷം നിലപാടെടുക്കാൻ ചോദിക്കുന്നത് അതെ, വർഗീയതയെ പ്രതിരോധിക്കാൻ വേണ്ടി സാമുദായികതയാകാം എന്ന് ഒരു മതത്തിന്റെ കാര്യത്തിൽ മാത്രം നിലപാടെടുക്കുക. നമ്മൾ മതേതരത്വം പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര്, മതത്തിന്റെ പേര് കൊണ്ട് അത് പണ്ട് മുതലേ വരുന്നതാണ്. ക്രൈസ്തവ പാർട്ടികളാണെങ്കിൽ പോലും കേരള കോൺഗ്രസ് ആണ് പേരെങ്കിലും ഇത് മതത്തിനെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാർട്ടി. അതിന്റെ ഇപ്പോഴത്തെ യുവ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നു മതമാണ് പ്രശ്നം പറയുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഐക്യത്തിൽ വന്നാൽ കേരളത്തിൽ വന്നാൽ ഒരു സുപ്രഭാതത്തിൽ ലീഗിനെ ഉൾപ്പെടെ പിരിച്ചുവിടണമെന്ന് ആരും പറയണ്ട. പക്ഷേ കാലക്രമത്തിൽ ആ രാഷ്ട്രീയം അപ്രസക്തമായി തീരും. മനസ്സിലായില്ലേ? ആ ദിക്കിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും എത്തിക്കുകയാണ് ഈ സെക്യുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഈ ഫ്രിഞ്ച് എലിമെൻറ്റ്സ് ഒക്കെ ഇല്ലാണ്ട് ക്രമേണ അത് അപ്രസക്തമായിട്ട് മാറും. ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് വലിയ പാർട്ടിയായിരുന്നു കേരളത്തിലടക്കം, PSP എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആ പാർട്ടിയേ ഇല്ല. അപ്പോൾ അതുപോലെ അപ്രസക്തമായി തീരും ഓരോ കാലം. ഇപ്പോൾ ആ നിലപാടിലേക്ക് വന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അപ്രസക്തമാവും. മനസ്സിലായില്ലേ? ഈ അടുത്ത ഇലക്ഷൻ വരികയാണ്. എന്താണ് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്താവും? ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത നിരീക്ഷണമാണല്ലോ പറയാ. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ വലിയ അസംതൃപ്തി വ്യാപകമായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടുള്ള എന്താ അറിയോ, അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യാത്ത ഗവൺമെൻറ്റാണ് എന്നൊന്നും പറയുന്നതിൽ നിന്ന് അർത്ഥമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നാഷണൽ ഹൈവേ തന്നെ, ഇവരുടെ നാഷണൽ ഹൈവേ ദേശീയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും അത് ത്വരിതപ്പെടുത്തുന്നതിലും ഒക്കെ മുന്നേറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ പറയാൻ വെച്ചെങ്കിൽ. പക്ഷേ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടത് ഒന്ന് വ്യാപകമായ അഴിമതിയുണ്ട് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്.
ഒരു പൊതു മനസ്സിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ആ അഭിപ്രായമുണ്ട്. മറ്റൊന്ന് ലെഫ്റ്റ് പൊളിറ്റിക്സിലെ ലെഫ്റ്റ് നിലപാടുകളിലുള്ള ഡയല്യൂഷനാണ്. ആ ഡയല്യൂഷൻ പുറമേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ആൾക്കാരല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ വലിയ ഡിസില്യൂഷൻമെൻറ്റ് അത് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ PM ശ്രീ പദ്ധതി ഒപ്പിട്ട രീതി തന്നെ നോക്കുക. അപ്പോൾ എന്തോ ഒരു രഹസ്യ അജണ്ട ഉണ്ട് എന്നുള്ളത് RSS നേതൃത്വവും BJP അല്ല, RSS നേതൃത്വവും CPMൻ്റെ ഒരു വിഭാഗവും തമ്മിൽ, നേതൃത്വത്തിലൊരു വിഭാഗവും തമ്മിൽ എന്തോ രഹസ്യ അജണ്ട ഉണ്ട് എന്നുള്ള അഭിപ്രായം CPM കാഡേഴ്സിൻ്റെ ഇടയിലും ഇടതുപക്ഷ കാഡേഴ്സിൻ്റെ ഇടയിൽ മൊത്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കേസുകൾ എടുക്കുക, ഓരോ എണ്ണി പറഞ്ഞു. ഇപ്പോൾ കരുവന്നൂർ കേസ് തന്നെ, എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളൊന്നും, ഇപ്പോൾ ലാവ്ലിൻ കേസായാലും മറ്റേ വ്യത്യസ്ത കേസുകൾ എടുക്കുക, ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം വരുന്നില്ല, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പൊതുസമൂഹത്തിൽ നല്ലൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വസിക്കുന്നതിൽ ഇടതുപക്ഷക്കാരാണ് കൂടുതൽ. അത് കൂടാണ്ട് പരാജയം, ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസിൻ്റെ പരാജയം, ഗവേണൻസ് ഇല്ല എന്നുള്ള പല രീതിയിലുള്ള പരാജയം, ശബരിമല ഇഷ്യൂ അതിന് പുറമെയാണ് വന്നത്. ഇതിൽ നിന്നൊന്നും തലയൊരു അത്ര എളുപ്പമല്ല. അപ്പോൾ എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു നിരീക്ഷണം, സിവിയർ ബാക്ക്ലാഷ്. ഇത് ഏതാണ്ടൊരു വാസ്തവത്തിൽ CPM വിതച്ചത് കൊയ്യുകയാണ് ചെയ്യുന്നത്. CPM ബംഗാളിലേക്കുള്ള യാത്രയാണിത്. ഇത് കഴിഞ്ഞ 5 വർഷമായി വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ വേണ്ട വിധത്തിൽ ചെറുക്കാൻ പാർട്ടി മെഷീനറിക്കോ പാർട്ടി നേതൃത്വത്തിനോ ഒന്നും കഴിഞ്ഞില്ല. എല്ലാം കൂടി ഒരു മോണോലിത്തിക് സ്ട്രക്ചറായിട്ടത് മാറി. എല്ലാം കൂടി ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, വിമർശനമോ മറ്റു കാര്യങ്ങളോ കേൾക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ആകത്തുക എന്നുള്ള രീതിയിൽ വലിയ അസംതൃപ്തി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ BJP ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണയൊക്കെ ചെറിയ നല്ല ശതമാനം വോട്ടുകളുണ്ട്. ഒരു തവണ ഒരു സീറ്റിൽ വിജയിച്ചു, നേമത്തിൽ വിജയിച്ചു, ഇപ്പം കഴിഞ്ഞ ലോക്സഭ സീറ്റ് വിജയിച്ചു, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു. അങ്ങനെയൊക്കെ കേരളത്തിൽ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏക പാർട്ടി BJP ആണ് എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ ഇപ്പൊ പറയുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ BJPക്ക് മേൽക്കൈ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ? BJP രാഷ്ട്രീയത്തിന് എന്ത് സംഭവിക്കുന്നതാണ് വിചാരിക്കുന്നത്? അതെ, BJPയുടേത് നമ്മളിപ്പോൾ ലോക്സഭയിൽ നിങ്ങൾ പറഞ്ഞ ശരി, ഒരു 19 ക്ലോസ് ടു 20% വോട്ട് ഷെയർ BJPക്ക് കിട്ടി. പക്ഷേ നിയമസഭയല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത് BJPയുടെ തകർച്ചയാണ് ഒരു പരിധിവരെ. അതിപ്പോൾ 13%, 14% നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുഴുവൻ ആ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ നേട്ടം പൂർണ്ണമായിട്ട് UDFന് കിട്ടാനാണ് സാധ്യത. അല്ലാണ്ട് BJP അതിൽ പിന്നെ വേണ്ടതെന്ന് വെച്ചെങ്കിൽ CPMഉം BJPയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെയും കോൺഗ്രസിനെ തോൽപ്പിക്കുക. കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ ലക്ഷ്യം. CPMൻ്റെ ലക്ഷ്യം ഏതാണ്ട് കോൺഗ്രസ് മുക്ത കേരളമാണ്. അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് അണ്ടർസ്റ്റാൻഡിങ്, അതും പക്ഷെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്തവണ. കാരണം എന്താ വെച്ചെങ്കിൽ ഹേറ്റ്രഡ് ഈസ് സോ ഹൈ, സോ സിവിയർ. ഇനി ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് നമ്മളൊരു കൗതുകമുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, ASFൻ്റെ, അതായത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന, അതിന്റെ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാൻ പറ്റും? അത് 1936 ഈ PC ജോഷി നേതൃത്വം എടുത്തോടെയാണത്. വിദ്യാർത്ഥി സംഘടന, ഒരു വിപ്ലവ വിദ്യാർത്ഥി സംഘടന വരുന്നത് ലക്നൌവിൽ വെച്ചിട്ടാണ് ആ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ആ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ്, ലെഫ്റ്റ് ആറ്റിറ്റ്യൂഡ്, അതൊക്കെ കൊണ്ടാണ് PC ജോഷി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അധ്യക്ഷം വഹിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ഔട്ട്ലുക്കോട് കൂടിയിട്ടാണ് AISF എന്ന് പറയുന്ന സംഘടന. പിന്നെ ക്രമേണ അത് CPIയുടെ ഒരു പോഷക സംഘടന, അല്ലെങ്കിൽ വിദ്യാർത്ഥി കീഴിലുള്ള നേതൃത്വം അംഗീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായിട്ട് അത് മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് AISFൻ്റെ ചരിത്രം. അതുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണസമയത്ത് ഒരു അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു യോഗത്തിൽ
കേരളത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടും കേട്ടിട്ടുണ്ട്, ചില എതിർപ്പുകൾ വരുന്നതും കേട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വിശദീകരിക്കാം. അത് ചിലപ്പോൾ അത് ഞാൻ ഏരിയയിൽ നിന്ന് തന്നെ ആയിരിക്കും അത് പുറത്തിറങ്ങുന്നത്. അത് രസകരമാണ് ആ സംഭവം. 1964 മെയ്യിലാണല്ലോ, മെയ് മാസമാണ് നെഹ്റു മരിക്കുന്നത്. അപ്പോൾ 64 പാർട്ടി വളർന്നിട്ടുണ്ടെങ്കിലും പോഷക സംഘടനകളിലേക്ക്, അതായത് വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, പിന്നെ അതിൻ്റെ അനുബന്ധ സംഘടനകളുണ്ടല്ലോ, അതിലേക്കൊന്നും പിളർപ്പ് എത്തിയിരുന്നില്ല. പാർട്ടി പിളർന്ന് രണ്ടായി. അപ്പോൾ കൃത്യമായിട്ട് പിന്നെ രണ്ട് വിഭാഗമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിഞ്ഞു. അപ്പോൾ ആ പിരിഞ്ഞ സമയത്ത് പിന്നെ കേരളത്തിൽ തലശ്ശേരിയിലാണ് ഇത് AISF സംസ്ഥാന സമ്മേളനം 64 നടക്കുന്നത്. അപ്പോൾ തലശ്ശേരി ടൗൺ ഹാളിലായിരുന്നു ഇത്ര. എന്നോട് ഇത് ആദ്യം പറയുന്നത് NC മമ്മൂട്ടി മാഷാണ്. അപ്പോൾ മമ്മൂട്ടി മാഷ് പറഞ്ഞത് പിന്നീട് ഞാൻ CK ചന്ദ്രപ്പനോടും ചോദിച്ചിട്ടുണ്ട്, ആൻ്റണി തോമസിനോടും ചോദിച്ചിട്ടുണ്ട്. ആൻ്റണി തോമസ് പിന്നെ പാർട്ടി സെൻറ്ററിൽ MN സ്മാരകത്തിൽ സ്ഥിരമായിട്ടുള്ള വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം പോയ സമയത്ത് പണ്ട് മുതൽക്കേ എനിക്കറിയാം. അപ്പോൾ ഞാനത് അവിടുന്ന് ഒരു വെരിഫിക്കേഷൻ, നമ്മുടെ ഒരു രാഷ്ട്രീയ കൗതുകം കൊണ്ട് ഞാനത് ചോദിച്ചതാണ്. അപ്പോൾ അതിലത്തെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ടൗൺ ഹാളിൽ മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നെഹ്റു മരിച്ച് കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നെഹ്റുവിൻ്റെ പേരിലുള്ള അനുശോചനം. കാരണം നെഹ്റുവിന് ഇതുമായിട്ട് വലിയ ആത്മബന്ധമാണ് ഈ AISF എന്ന് പറയുന്ന സംഘടനയായിട്ട്. കാരണം രൂപീകരണ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ആളാണ്. അപ്പോൾ നെഹ്റുവിൻ്റെ പേരിലെ പിന്നെ അനുശോചന പ്രമേയം ആൻ്റണി തോമസ് പിന്നെ അവതരിപ്പിക്കുമ്പോൾ ചന്ദ്രപ്പനും പിന്നെ പോലുള്ള ആ സഖാക്കളൊക്കെ അവിടെ ഉണ്ട്. ആ സമയത്ത് സദസ്സിൻ്റെ ഇടയിൽ നിന്ന് വലിയ തോതിൽ പിന്നെ ഭൂരിപക്ഷം ആൾക്കാരും, അതായത് SFI പ്രതിനിധികളാണ്, SFI അല്ല പിന്നെ AISF പ്രതിനിധികളാണ്, വിദ്യാർത്ഥി പിന്നെ സമ്മേളനത്തിന് വന്ന പ്രതിനിധികളിൽ നിന്ന് വലിയൊരു വിഭാഗം അപ്രതീക്ഷിതമായിട്ട്, ഇവരത് പ്രതീക്ഷിക്കുന്നില്ല നേതൃത്വം വാസ്തവത്തിൽ CPIയോട് കൂടെ നിൽക്കുന്ന ചന്ദ്രപ്പൻ, ആൻ്റണി തോമസ്, മമ്മൂട്ടി മാഷ പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ പാട്ടിയം ഗോപാലനൊക്കെ ഉണ്ടാവുമെന്ന് എതിർപക്ഷത്തായിരിക്കും. പിന്നെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്, ആരാണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ. ഇതിന് നേതൃത്വം നൽകിയതാണ്. വെറുതെ ഒരു വിവാദത്തിലേക്ക് പോകണ്ടെന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പെട്ടെന്ന് അവൻ്റെ നേതൃത്വം, അവൻ്റെ പേരിലുള്ള അനുശോചനം, ഈ അവന് സംബോധന ചെയ്യുന്ന ആരെയാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ്. അവൻ്റെ പേരിലുള്ള അനുശോചനം ഇവിടെ അവതരിപ്പിക്കാൻ വിടില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വേദിയിലേക്ക് കടന്ന് കയറി ചന്ദ്രപ്പനെയും ആൻ്റണി തോമസ്, മമ്മൂട്ടി മാഷ പോലുള്ള ഈ പാവങ്ങളെയൊക്കെ പിടിച്ച് വെളിയിലേക്ക് തള്ളി സംഘടന പിടിച്ചടക്കിയതായി പ്രഖ്യാപിച്ചു. അവിടെയാണ് പിന്നീട് SFIയുടെ വേരുകൾ വാസ്തവത്തിൽ ഇവിടെയാണ് കിടക്കുന്നത്. അത് പൊതുബോധമാണ്. അന്ന് ഗാന്ധിയോടും നെഹ്റുവിനോടും ഒക്കെയുള്ള സമീപനം CPMനെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. ആ പൊതുബോധമാണ് ഈ കുട്ടികളും കാണിച്ചത്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. വളരെ ഹൃദ്യമായ ഒരു അഭിമുഖമായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിലൂടെ ലഭിക്കുമെന്ന് വിചാരിക്കാം. ഈ ഒരു അഭിമുഖത്തിന് തയ്യാറായതിന് നന്ദി. താങ്ക് യു.